قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദരന്മാരെ, വിശുദ്ധ റമളാനും പെരുന്നാളും ആറുനോമ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നൊരു സമയമാണ്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അള്ളാഹു മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് ത്വാഹയിലാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ, മഹാനായ പ്രവാചകനും ജ്യേഷ്ഠനുമായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നബിയാക്കണമെന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫിർഔനിൻ്റെ മുമ്പിലേക്ക് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പോകാൻ നിയമിക്കപ്പെടുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. ഫിർഔനിൻ്റെ അരികത്തേക്ക് മൂസ നബിയെ നിങ്ങൾ പോകണം. ഇന്നഹു തഗാ, അവൻ നീതിയുടെ, ധർമ്മത്തിൻ്റെ, നന്മയുടെ എല്ലാ അതിർവരമ്പുകളും മറികടന്ന് പരാക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുഗയാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്വഗ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ മറികടക്കുന്നവർക്കാണ് ത്വഗ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറികടക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഫറോവ. അതുകൊണ്ട് ഫറോവയുടെ മുമ്പിലേക്ക് പോകണം എന്ന് പറയുന്നത് ദഅവത്ത് ചെയ്യാനാണ്, അല്ലാതെ ഒരു കാഴ്ചക്കുള്ള യാത്രയല്ലെന്ന് അവിടെ വ്യക്തമാണ്. പക്ഷെ അള്ളാഹു അത് വ്യക്തമാക്കി പറഞ്ഞില്ല. ഇദ്ഹബ്, ഒരു ദൗത്യവുമായി പോകാൻ പറയുന്ന സമയമാണത്. ഇദ്ഹബ്, നിങ്ങൾ ഒരു ദൗത്യവുമായി പോവുക എന്നാണ് ഇതിനർത്ഥം. ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. ഉടനെ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നത് പ്രൊട്ടക്ഷനല്ല. മൂസ നബി അലൈഹിസ്സലാം ആദ്യമായി ചോദിക്കുന്നത് ഫറോവയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഫറോവ എന്ന ഭീകരനായ ക്രൂരനായ ഭരണാധികാരി അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പോലും നോക്കാതെ മൂസ നബി അലൈഹിസ്സലാമിനെ ചിലപ്പോൾ വധിച്ചു കളഞ്ഞേക്കും, മൂസ നബിയെ അപമാനിച്ചേക്കും. മൂസ നബി അലൈഹിസ്സലാം ജീവനോടെ തിരിച്ചു വരാൻ പോലും സാധ്യതയില്ല. കാരണം നിഷ്കരുണം ബനു ഇസ്രായേലുകളെ കൊന്നുകളഞ്ഞിരുന്ന ആളായിരുന്നു ഫറോവ. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന് പോകാൻ വേണ്ടി പറയുമ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് എനിക്ക് പോലീസുകാർ വേണം, പ്രൊട്ടക്ഷൻ വേണം, ബോഡി ഗാർഡുകൾ വേണം എന്നൊക്കെയായിരിക്കാം. പക്ഷേ മൂസ നബി അലൈഹിസ്സലാം ഉടനെ ചോദിച്ചു, ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ പടച്ചവനെ, ഹൃദയ വിശാലത നൽകണമേ. കാരണം അള്ളാഹു ഒരു ദൗത്യത്തിൽ നിയോഗിക്കുമ്പോൾ ആ ദൗത്യ നിർവഹണം നടക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ നബിമാർക്കുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സംരക്ഷണം മൂസ നബി ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ആരാ പറഞ്ഞേക്കുന്നത്? അള്ളാഹു ഒരു ദൗത്യമായി പറഞ്ഞേക്കുക, ആ റബ്ബ് നോക്കും. മൂസ നബി അലൈഹിസ്സലാമിന് വേണ്ടത് അതൊന്നുമല്ല. ഇശ്റഹ് ലി സദ്രി, എൻ്റെ നെഞ്ചകം, എൻ്റെ ഹൃദയം അള്ളാഹുവെ വിശാലമാക്കി തരണമേ. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിലെ കെട്ടിനെ അള്ളാഹുവിനെ അഴിച്ചു തരണമേ. എന്തിന്? യഫ്ഖഹു ഖൗലി, എങ്കിലേ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ ബന്ധുക്കളിൽ ഒരാളെ എനിക്ക് സഹായിയായി അള്ളാഹുവിനെ ആക്കിത്തരണം. വസീർ എന്ന് പറഞ്ഞാൽ സഹായി എന്നാണ്. ആ വസീർ ഹാറൂനാണ്. അഖി, എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം. എൻ്റെ സഹോദരൻ ഹാറൂന്
ഉഷ്ദുദ് ബിഹി അസ്രി, എൻ്റെ സഹോദരന് നുബുവത്ത് കൊടുത്തുകൊണ്ട് എനിക്ക് ശക്തി പകരണം. വഅശ്രികുഹു ഫീ അംരി, എൻ്റെ നുബുവത്തിന്റെ വിഷയത്തിൽ ഹാറൂനിനെ അല്ലാഹു നീ പങ്കു ചേർക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിർത്തണം, എൻ്റെ ശരീക്കാക്കി തരണം, ഞാൻ ഒറ്റക്കായി പോകരുത്. എന്തിനാണ് ഹാറൂൻ നബിയെ നബിയാക്കാൻ പറയുന്നത്? കൈ നുസബ്ബിഹക കസീറാ, ഞങ്ങൾ നിനക്ക് ഒരുപാട് തസ്ബീഹ് ചൊല്ലാനാണത്. വനദ്കുറക കസീറാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലാഹുവെ നിന്നെ ഒരുപാട് ഓർക്കാനാണ്. അതിനാണ് പ്രവാചകത്വം കൊടുക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ധാരാളം നിനക്ക് തസ്ബീഹ് ചൊല്ലും. ഞാൻ ഒരാൾ ചൊല്ലുന്നതിന് പകരം ഞാനും ഹാറൂനും ഉണ്ടാകും അലൈഹിമുസ്സലാം. വനദ്കുറക കസീറാ, ഞങ്ങൾ ധാരാളം നിനക്ക് ദിക്ർ ചൊല്ലും. റബ്ബേ ഇന്നക കുൻത ബിനാ ബസീറ, നീ ഞങ്ങളെ ശരിക്കും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഖാല, അല്ലാഹുവിന്റെ മറുപടി വന്നു, ഖദ് ഊതീത സുഅലക യാ മൂസ, മൂസ നബിയെ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹാറൂൻ നബിയെ നബുവത്ത് നൽകി ഞാൻ ആദരിക്കാൻ പോവുകയാണ്. വലഖദ് മനന്നാ അലൈക മററതൻ ഉഖ്റാ, ഒരിക്കലൂടെ അള്ളാഹുവിൻ്റെ മിന്നത്ത്, എൻ്റെ ഔദാര്യം നിങ്ങൾക്ക് മേൽ ഞാൻ വർഷിച്ചിരിക്കുന്നു മൂസ നബിയെ. ഒന്ന് മൂസ നബിയെ നബുവത്ത് കൊടുത്ത് ആദരിച്ചു, അത് കഴിഞ്ഞ് സഹോദരനെയും നബിയാക്കി. അങ്ങനെയാവാം. അതല്ലെങ്കിൽ കുട്ടിക്കാലത്ത് പുഴയിലൊഴുക്കി ഫറോവയുടെ ആ ഒരു കിരാതമർദ്ദനങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങൾ വെള്ളത്തിലൊഴുക്കി സംരക്ഷിച്ച് നിങ്ങളോട് ഞാൻ ഒരു മിന്നത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നബിയാക്കി തന്നുകൊണ്ട് നബുവത്ത് മിന്നത്ത് ചെയ്തിരിക്കുക, ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിരിക്കുകയാണ്, വലിയൊരു ഉപകാരം ചെയ്തിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു നിഅമത്ത് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാൻ, ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ, കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഉമ്മയ്ക്ക് ഞാൻ വഹി നൽകിയിരുന്നു. എന്താണ് ആ വഹി? അനിഖ്ദി ഫീഹി ഫി താബൂത്ത്, അനിഖ്ദി ഫീഹി, മൂസയെ അലൈഹിസ്സലാമിനെ, കൊച്ചു കുഞ്ഞായ മൂസ നബിയെ, ഫി താബൂത്തി, താബൂത്തിൽ, താബൂത്ത് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പേടകത്തിനാണ്, മരത്തിൻ്റെ പെട്ടിക്കാണ് താബൂത്ത് എന്ന് പറയാം. വുഡൻ ചെസ്റ്റ്, നമ്മൾ ചെസ്റ്റ് എന്ന് പറയില്ല നെഞ്ചിന്, ഈ പെട്ടിക്കും ചെസ്റ്റ് എന്ന് പറയും, വുഡൻ ചെസ്റ്റ്. ഫഖദ് ഫീഹി ഫിൽ യം, അങ്ങനെ മൂസ നബിയെ, മൂസയെ, നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ പിഞ്ചുമോനെ, ഫിൽ യമ്മി, പുഴയിൽ ഒഴുക്കിക്കളയണം. ഫൽ യുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, അങ്ങനെ ആ പുഴ ഈ കുഞ്ഞിൻ്റെ പേടകത്തെ കരയിലേക്ക് എത്തിക്കണം. യഖുദുഹു അദുവ്വുൻ ലി വഅദുവ്വുൻ ലക്, മൂസ നബി എൻ്റെയും നിങ്ങളുടെയും ശത്രുവായ ഒരാൾ ആ പേടകം പൊക്കിയെടുക്കണം. അതായത് ഫറോവ. നിങ്ങൾ എടുത്തു, നിങ്ങളെ കണ്ടു, കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, ഞാൻ പ്രത്യേകമായൊരു മഹബ്ബത്ത് മൂസ നബിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കാണുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കൊല്ലരുത് എന്ന് അവരുടെ മനസ്സിൽ ഞാൻ തോന്നിപ്പിച്ചു. വലിതുസ്നഅ അലാ ഐനി, എൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വളരാൻ വേണ്ടി ഞാൻ ഫറോവയുടെ കയ്യിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുക തന്നെ ചെയ്തു. ഫറോവയ്ക്ക് ശത്രുവാകാൻ പോകുന്ന ഒരാളെ ഫറോവയെ കൊണ്ട് തന്നെ അള്ളാഹു തീറ്റിപ്പോറ്റിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്ന വലിയൊരു മഹാത്ഭുതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഒരിക്കലൂടെ ഇതാ മൂസ നബിയെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. ഇത് തംഷി ഉഖ്തുക്, നിങ്ങളുടെ സഹോദരി മറിയം, മറിയം ബിൻതു ഇമ്രാൻ, മൂസ ബിൻ ഇമ്രാൻ, മൂസ നബിയുടെ ഉപ്പയുടെ പേര് ഇമ്രാൻ എന്നാണ്. ഇമ്രാൻ എന്നവരുടെ മകൻ മൂസ നബി, അവരുടെ തന്നെ സഹോദരി മറിയം ബിൻതു ഇമ്രാൻ. ഇത് ഈസ നബിയുടെ ഉമ്മയായ മറിയം ബീവി അല്ലേ, മൂസ നബിയുടെ അലൈഹിസ്സലാം. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇടയിൽ മിനിമം ഒരു 2500 വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. ഇത് തംഷി ഉഖ്തുക്, നിങ്ങളുടെ സഹോദരി നടന്നു പോകുന്ന നേരം, ഫതഖൂൽ, പുഴയുടെ ഓരത്തുകൂടെ ആ കൊച്ചു പേടകം വെള്ളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, മുതിർന്ന മോളാണ് മറിയം, മറിയമിനോട് പറഞ്ഞു, മറിയമേ നിങ്ങൾ ആ പുഴയുടെ ഓരത്തുകൂടെ ഒന്ന് ഫോളോ ചെയ്യണം, എങ്ങോട്ടാണ് ഈ താബൂത്ത് എത്തിച്ചേരുന്നത് എന്നറിയാൻ. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത്രക്കും ഹാർട്ട് ബ്രേക്കിംഗ് ആണത്, നെഞ്ച് പിളർക്കുന്ന അനുഭവമാണ്. മുല കുടിക്കേണ്ട, പാല് കുടിക്കേണ്ട പിഞ്ചു പൈതൽ ഇനി ദാഹിച്ച് മരിച്ചു പോകുമോ എന്ന് പേടിക്കുന്നൊരു സമയം. ആ കുഞ്ഞിന് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും, ആ കുഞ്ഞ് എവിടെ എത്തിച്ചേരും, ആ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങുമോ, ആ കുഞ്ഞിനെ വല്ല ജീവികളും പൊക്കിയെടുക്കുമോ, ഇതൊക്കെ അറിയണം ഉമ്മക്ക്. അതുകൊണ്ട് ഉമ്മ വളരെ ക്യൂരിയസ് ആണ്, ആൻഷ്യസ് ആണ്, ഉമ്മക്ക് പേടിയുണ്ട്. ആ ഉമ്മ പറഞ്ഞു, മോളെ നിങ്ങൾ കരയുടെ ഓരത്തുകൂടെ ഈ പേടകത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ കൂടെ പോകണം. ഇത് തംഷി ഉഖ്തുക് ഫതഖൂൽ,
അങ്ങനെ ആ പേടകം ഫറോവയുടെ വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഫതഖൂലു, അങ്ങനെ അവർ പറയാണ്, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, ഈ കുഞ്ഞിനെ പരിപാലിക്കുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? കാരണം കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. പാല് കുടിക്കേണ്ട ചെറിയ പിഞ്ചു പൈതലാണ്. ഏതാനും ആഴ്ചകളായിട്ടില്ല മൂസ നബി അലൈഹിസ്സലാമിൻ്റെ പ്രായം. ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ കൊട്ടാരത്തിലെ ദാസികളായ പലരും വന്നപ്പോഴും അവരുടെയൊന്നും പാല് കുടിക്കാൻ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം കൂട്ടാക്കുന്നില്ല. ഫറജഅനാക ഇലാ ഉമ്മിക് കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ ഉമ്മയുടെ അരികത്തേക്ക് തന്നെ നാം തിരിച്ചെത്തിച്ചു. എന്തിനെന്നറിയോ? കൈ തഖറ ഐനുഹാ, നിങ്ങളുടെ ഉമ്മയുടെ കണ്ണിന് രോമാഞ്ചമുണ്ടാവാൻ, നിങ്ങളുടെ ഉമ്മയുടെ മനസ്സിന് സന്തോഷമുണ്ടാകാൻ, വലാ തഹ്സൻ, നിങ്ങളുടെ ഉമ്മ സങ്കടപ്പെടാതിരിക്കാനും. വഖതൽത നഫ്സൻ, ആ ഒരു കൊച്ചുകാലത്തെ കഥ പറയാണത്. അതായത് മറിയം എന്ന് പറഞ്ഞ പെങ്ങള് ഫറോവയുടെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു പാല് കുടിക്കുന്നില്ലെന്ന് കേട്ടല്ലോ, പക്ഷേ ഞാൻ അറിയുന്നൊരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ പാല് കൊടുത്താൽ ഏത് കുഞ്ഞും കുടിക്കും, ഗ്യാരണ്ടിയാണ് എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഫറോവ വേതനം കൊടുത്ത് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയെ കൊട്ടാരത്തിലേക്ക് വരുത്തുകയാണ്. അങ്ങനെ കുഞ്ഞിനെ മൂസ നബിയുടെ ഉമ്മ ഒരു ദിവസം 3, 4, 5, 10 പ്രാവശ്യം വന്ന് കാണുന്നുണ്ട്. ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മൂസ നബിയുടെ ഉമ്മയ്ക്ക് വേതനം നൽകുന്നുമുണ്ട് ഫറോവ. ഉമ്മക്കറിയാം ഇത് എൻ്റെ കുഞ്ഞാണ്, അള്ളാഹുവിനറിയാം ഇത് ഉമ്മയെയും കുഞ്ഞിനെയും അള്ളാഹു യോജിപ്പിക്കുകയാണ്. അതൊരു വല്ലാത്ത ഒരു ജോയിനാണ്. വേർപെട്ടുപോയ കുഞ്ഞിനെ ആ ഉമ്മയുടെ നെഞ്ചിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ്. വലാ തഹ്സൻ, അള്ളാഹു നൽകുന്ന ദിവ്യബോധനം സത്യമായിരുന്നുവെന്ന് ഉമ്മയെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾ സങ്കടപ്പെടരുത് എന്നറിയിക്കുകയും ചെയ്യാൻ അള്ളാഹു ചെയ്ത പണിയാണ്. മൂസ നബിയുടെ ഉമ്മാക്ക് വഹ്യ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഔഹൈന ഇലാ ഉമ്മിക മാ യൂഹ. ഏത് വഹയാണത്? സ്വപ്നദർശനമാണ്. ജിബ്രീൽ തങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഉമ്മയുടെ മുമ്പിൽ. ഉമ്മ നബിയല്ല, പ്രവാചകത്വം നൽകിയിട്ടില്ല. മനസ്സിൽ ചിന്തകളിൽ അള്ളാഹു നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ. സ്വപ്നം കാണുന്ന ഉമ്മ എൻ്റെ കുഞ്ഞിനെ ഒരു പേടകത്തിലായി ഒഴുക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ആശാരിയെ കണ്ടുപിടിക്കണം, പെട്ടിയുണ്ടാക്കാൻ ഓർഡർ കൊടുക്കണം, കുട്ടിയുടെ ലെങ്ത് പറഞ്ഞു കൊടുക്കണം, ശ്വസിക്കാനുള്ള സംവിധാനം വേണമെന്ന് പറയണം. ഇതൊക്കെ ഉമ്മാക്ക് അള്ളാഹു കൊടുത്ത ഒരു ആ ഉമ്മാക്ക് തോന്നി ഇതൊരു വളരെ സ്ട്രോങ് ഫീലിംഗ് ആണ്. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. നിരന്തരമുണ്ടാകുന്ന സ്വപ്നങ്ങളിൽ ചില മെസ്സേജുകൾ ഉണ്ടാവും. നിരന്തരമുണ്ടാകുന്ന സ്വപ്നങ്ങൾ, അത് ഒളോടുകൂടെ കിടക്കുന്ന ഒരു മനുഷ്യന് സുബഹയ്ക്ക് മുമ്പായി തോന്നുന്ന സ്വപ്നങ്ങൾ, കാണുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ അതിലൊരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നബി അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം എന്നത് വഹി തന്നെയാണ്. വറുയൽ അംബിയ വഹയുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളൊക്കെ വഹി തന്നെയാണ്, അത് സംശയമില്ല. പക്ഷെ നബിയല്ലാതിരുന്ന മൂസ നബിയുടെ ഉമ്മ, ആ ഉമ്മാക്ക് ഉണ്ടായ ഈ സ്വപ്നദർശനം അല്ലെങ്കിൽ നിരന്തരമായി മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന വളരെ സ്ട്രോങ് ഫീലിംഗ് എന്നേ പറയാൻ പറ്റൂ. അത് സംവാട്ട്സ് ഡിവൈൻ. ഇത് മാനുഷികമായൊരു ചിന്തയല്ല, ഇത് പടച്ചതമ്പുരാൻ ഇടപെടുകയാണ് എന്ന് തോന്നത്തക്ക വിധം മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മക്ക് ബോധിക്കുകയാണത്. അല്ലാതെ വെറുതെ ഒരു ധാരണക്കൊന്നും പെട്ടിയിലാക്കി വിടൂലല്ലോ. കുഞ്ഞിനെ പെട്ടിയിലാക്കി വിടണമെന്ന് ആ ഉമ്മയ്ക്ക് ഉറപ്പ് വേണമെങ്കിൽ അത്രയും നിരന്തരമായ ബോധനം ഉമ്മയ്ക്ക് കിട്ടണം. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് ഔഹൈന ഇല ഉമ്മിക്, അങ്ങയുടെ ഉമ്മയ്ക്ക് വഹി നൽകിയപ്പോൾ. ഔഹൈന ഇല നഹ്ലി, അള്ളാഹു തേനീച്ചക്ക് വഹി കൊടുത്തു എന്നും ഒരു പ്രയോഗമുണ്ട്. അതൊന്നും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി കൊടുത്തു ഒന്നും അതിനർത്ഥമില്ല. അവിടെ തേനീച്ചയ്ക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അള്ളാഹു വെച്ചു കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. ജന്മന തേനീച്ചയുടെ ചിന്തകളിൽ അള്ളാഹു കൊടുത്ത എങ്ങനെ തേനീച്ച കൂടുണ്ടാക്കണം, ആ പിന്നെ ഷേപ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, തേനീച്ചയുടെ പലക എങ്ങനെ ഉണ്ടാക്കണം, തേനെങ്ങനെ കലക്ട് ചെയ്യണം, എങ്ങനെ അവിടെ തേനീച്ച കൂട്ടങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം, ഇതൊക്കെ തേനീച്ചയെ അള്ളാഹു ഇൻസ്പയർ ചെയ്തതാണെന്നാണ്. ഇപ്പോൾ ജീവജാലങ്ങൾക്ക് വഹി കിട്ടുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എല്ലാ ജീവികൾക്കും വഹിയുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഈ അർത്ഥത്തിൽ ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ടാണ് 5000 കൊല്ലം മുമ്പുള്ള കാക്കയും 2025 ജീവിക്കുന്ന കാക്കയും ഒരേപോലെ കൂട് വെക്കുള്ളൂ. മനുഷ്യന്മാരുടെ വീടുകൾക്ക് മാറ്റം ഉണ്ടാവും. കുയിലും മൈനയും പ്രാവുകളും
5000 കൊല്ലം ഉണ്ടാക്കിയ കൂടും ഇന്നുണ്ടാക്കുന്ന കൂടും ഒരുപോലെയാണ്. പിന്നെ പുല്ലൊന്നും കിട്ടാതിരിക്കുമ്പോൾ കമ്പിയൊക്കെ എടുത്ത് കൊണ്ടുവരുമെന്ന് മാത്രം. പക്ഷേ ഐഡിയ ഒന്ന് തന്നെയാണ്, ഡിസൈൻ ഒന്നാണ്. ആരാണ് ഇതിനെ പഠിപ്പിച്ചത്? വഔഹൈന, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ്, അള്ളാഹു നൽകുന്ന ഉത്ബോധനമാണ്. അത് ഇൻസ്പിറേഷൻ എന്ന് പറയാം, അതിന് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാ പറയാ. അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലല്ലോ അത്. ബീവറുകൾ കൂട് വെക്കുന്നത് അങ്ങനെയാണ്, എഞ്ചിനീയേഴ്സിനെ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതൊക്കെ അല്ലാഹു തആല അവരുടെ ജീനുകളിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അതിനും വഹി എന്നാ പറയാം. തേനീച്ചക്കൂടുകളും അങ്ങനെ തന്നെയാണ്. തേനീച്ചക്കൂട് എൻ്റെ ഷേപ്പ് എന്താ? ഹെക്സഗൺ അല്ലേ, പെൻറ്റഗനോ, എന്താ പറയല്? അരിസോ ഹണി കോമ്പിൻ്റെ അത് ഹെക്സഗൺ ആണോ പെൻറ്റഗൺ ആണോ? ഹെക്സഗനാ ഒന്ന് അറിയാൻ നോക്കിയിട്ട് പറഞ്ഞേ. പെൻറ്റഗണാ? ഹെക്സഗൺ. ആ ഹെക്സഗൺ ഷേപ്പിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, അതിൻ്റെ മെഷർമെൻറ്റ് വളരെ ആക്യുറേറ്റാണ്. ഒരു തേനീച്ചയുടെ പലകെടുത്ത് നോക്കിയാലേ ഈ മിണ്ടാപ്രാണികൾക്ക് എങ്ങനെയാണ് ഇത്ര കൃത്യമായി സ്കെയില് പോലും വെക്കാതെ ആ ഹെക്സഗൺ ഷേപ്പ് അങ്ങനെ ഫോം ചെയ്യാൻ, അതിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ വാക്സ്, ഇതിൻ്റെയൊക്കെ മേക്കിംഗ് അപാരമായ എൻജിനീയറിംഗ് ആണ്. നമ്മുടെ ആശാര്യന്മാർ വരെ അങ്ങനെ ഒരു തേനീച്ചയുടെ ഹെക്സഗൺ ഷേപ്പുകൾ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർക്ക് അളന്ന് മുറിച്ച് ചിലപ്പോൾ അത് മുറിക്കുന്നിടത്ത് മെഷർമെൻറ്റ് കൂടുകയോ കുറയോ ചെയ്യാം. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് അത്ഭുതം. വഔഹൈന ഇല നഹ്ലി. അതുകൊണ്ട് അല്ലാഹു തആല ഒരു ഒറ്റ ജീവിയെ ഉദാഹരണം പറഞ്ഞു, തേനീച്ചക്ക് നാം വഹി കൊടുത്തു എന്ന്. അത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൊടുക്കുന്ന വഹീനെ കുറിച്ചല്ല പറയുന്നത്, അതൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാം. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മാക്ക് വഹി കൊടുത്തു എന്ന് പറഞ്ഞു, അതും ഇങ്ങനെ തന്നെയാണ്. ഉറുമ്പുകൾക്ക് അല്ലാഹു വഹി കൊടുക്കുന്നുണ്ട്. ഉറുമ്പുകൾ എന്ന് പറയുന്നത് ജീവജാലങ്ങളിലെ, ജീവനുള്ള വസ്തുക്കളിലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ടീമാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആനിൽ സൂറത്തു നംലുണ്ട്, ഉറുമ്പുകൾ എന്നാണ് ഇതിനർത്ഥം. നംലത്സ് എന്ന് പറഞ്ഞാൽ നംല എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പാണ്, നംല് ഉറുമ്പുകൾ എന്നാണ്. ഉറുമ്പുകളുടെ ലോകത്തെക്കുറിച്ച്, അവയുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അള്ളാഹു ചർച്ച ചെയ്ത് സൂറത്തു നംലിൽ. സയ്യിദന സുലൈമാൻ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സുലൈമാൻ നബി കേൾക്കുകയും ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം പുഞ്ചിരിച്ചുവെന്നും പരിശുദ്ധ ഖുർആൻ. ഉറുമ്പുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോവുക. AI ടെക്നോളജി കഴിഞ്ഞാൽ പിന്നെ ജീവജാലങ്ങളുമായി, മൃഗങ്ങൾ മനുഷ്യരോടും ജീവജാലങ്ങളുമായി മനുഷ്യർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുണ്ടാവും. ഉറുമ്പിനോടൊക്കെ പിന്നെ പറയാൻ പറ്റും, ഉറുമ്പെ പൊയ്ക്കോട്ടോ, അല്ലെങ്കിൽ ഞാൻ നാളെ മരുന്നടിക്കാൻ പോവാണ്, ഇന്ന് പോകണമെങ്കിൽ പൊയ്ക്കോ, വെക്കേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നൊരു കാലഘട്ടം വരുമെന്നാണ്. മനുഷ്യരോട് ലാ തഖൂമു സ്സാഅ ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു അറിവ് പറഞ്ഞു തന്നിട്ടുണ്ട്. കാടുകളിലെ വന്യജീവികൾ പോലും മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാലം വരും, എന്നിട്ടേ ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ടാൾക്കും മനസ്സിലാവണ്ടേ, അപ്പോഴേ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആവില്ലല്ലോ. ഹത്താ തുകല്ലിമ നാസ സബ്അ, വന്യജീവികൾ, സിംഹവും ലയനും ലെപ്പേർഡും അങ്ങനത്തെ ഹിംസ്രജീവികൾ മനുഷ്യനോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസുകളാണ്. ഇതൊക്കെ പുലരാൻ പോകുന്ന സംഭവങ്ങളാണ്. ഖിയാമത്തിന്റെ ഡേറ്റ് ഒന്നും ഇപ്പം തന്നെ പറയാൻ നിൽക്കണ്ട, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന വിഷയങ്ങളാണ്. പടച്ചതമ്പുരാൻ മാത്രം ഇസ്തഅ്സറ ബിഇൽമിഹി, അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു തആലക്ക് മാത്രം അറിയുന്ന വിഷയങ്ങളാണത്. എപ്പോഴാണത് സംഭവിക്കാൻ? അതിന് മുമ്പ് സംഭവിക്കേണ്ട പലതും സംഭവിച്ച് കഴിയേണ്ടതുണ്ട്. അപ്പോൾ സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു മറുപടിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. എന്താണ് ഷർഹു സ്വദർ? റബ്ബിശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി. ആ ഒരു എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ പറയുന്നത് وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى
വലഖദ് മനന്നാ അലൈക മർറതൻ ഉഖ്റാ. മൂസ നബിയെ, അങ്ങയുടെ ചോദ്യത്തിന് നാം ഉത്തരം നൽകിയിരിക്കുന്നു. സയ്യിദുനാ ഹാറൂൻ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനുമായി നടക്കുന്ന മറ്റൊരു എൻകൗണ്ടർ അല്ലാഹു തആല വഴിയെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സാമരിയുടെ പശുക്കുട്ടിയെ ഇസ്രായേൽ മക്കള് ആരാധന തുടങ്ങിയപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ താടിയിലും മുടിയിലുമായി മൂസ നബി പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യബ്ന ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി. മൂസ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി ഏൽപ്പിച്ചു പോയതാണ്. അപ്പോഴേക്കും ഇവിടെ പശുക്കുട്ടി ആരാധന തുടങ്ങി. അതിൻ്റെ പേരിൽ മൂസ നബി അലൈഹിസ്സലാം ഹാറൂൻ എന്നവരുടെ താടിക്കും തലക്കും പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം. പക്ഷേ റിസാലത്ത് കൊണ്ടും കിതാബ് കൊണ്ടും അള്ളാഹു ആദരിച്ചത് ആരെയാണ്? അനുജനായ മൂസ നബി അലൈഹിസ്സലാമിനെയാണ്. അതിൽ മറ്റൊരു പാഠമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠന്മാർക്ക് ഒരു വീട്ടിലെ മക്കളെന്ന നിലയിൽ ജ്യേഷ്ഠൻ തന്നെയാണ്. ജ്യേഷ്ഠനെ അനുജനാക്കാൻ പറ്റൂല. പക്ഷേ ഇൽമു കൊണ്ടും അദബ് കൊണ്ടും അറിവ് കൊണ്ടും ഈമാന് കൊണ്ടും യഖീന് കൊണ്ടും അള്ളാഹു അനുജന് സ്ഥാനം കൊടുക്കാം ജ്യേഷ്ഠനേക്കാളും. ജ്യേഷ്ഠൻ തന്നെ ആവണം എപ്പോഴും സുപ്പീരിയർ, അങ്ങനെയല്ല. ഇതുപോലെ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, തങ്ങളും അബ്ബാസ് എന്നവർ നിൽക്കുമ്പോൾ, ആരാ നിങ്ങളിൽ അയ്യുക്കുമാ അക്ബർ, നിങ്ങളിൽ ആരാണ് ആരാണ് നിങ്ങളിൽ വലിയ ആള്? നബി തങ്ങളാണോ അല്ല അബ്ബാസ് എന്നവരാണോ? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താ മറുപടി? ഹുവ അക്ബറു മിന്നി വലാകിന്നി ഉലിത്തു ഖബ്ലഹു. നബി തങ്ങളാണ് എന്നെക്കാളും വലുത്, പക്ഷെ അവരെ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ്. പക്ഷെ വലുത് നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവ അക്ബറു മിന്നി വലാകിന്നി ഉലിത്തു ഖബ്ലഹു വലൗ അന്നി ഉലിത്തു ഖബ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രായം കൊണ്ട് വലുത് ആരെന്നെയാണ്? അബ്ബാസ് തങ്ങളാണ്. അബ്ബാസ് എന്ന നബി തങ്ങളുടെ എളാപ്പയാണ്. പക്ഷെ ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഹു അക്ബറു മിന്നി, എന്നെക്കാളും വലുത് നബി തങ്ങൾ തന്നെയാണ്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ സീനാ മരുഭൂമിയിൽ സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിലുണ്ട്. മൂസ നബിയുടെ ആ ഒരു സംഭവം നടന്നിടത്തൊരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട്. അവിടെ അത് ചർച്ചാണെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹാറൂൻ അലൈഹിസ്സലാമിനെ ആദരിച്ചു പോരുന്നുണ്ട്. കാരണം നബി തങ്ങൾക്ക് മുമ്പ് വന്ന നബിമാരാണവർ. അതുകൊണ്ട് അതിൻ്റെ അവകാശം അവരവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്നൊരു ചർച്ചാണ്, ഒരു ചെറിയ പള്ളി പോലെ കാണാൻ കഴിയും. ഒരു കുരിശുണ്ട് അതിൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നമ്മളെ ഇറങ്ങാൻ വിടാറില്ല. അവിടുത്തെ സെക്യൂരിറ്റി റീസൺ വെച്ചിട്ട് അവിടെ ഇറങ്ങാൻ സമ്മതിക്കാറില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഫാത്തിഹ ഓതി യാസീൻ ഓതി അങ്ങ് പോകും. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മഖാമ് കിടക്കുന്നത് ഫലസ്തീനിലാണ്. പക്ഷെ ഹാറൂൻ നബിയുടേത് സീനാ പർവ്വതങ്ങൾ നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണ്. സെയിൻറ്റ് കാത്തറിൻ സിറ്റി എന്ന് അതിന് പറയാം. മരുഭൂമിയാണ്, മനുഷ്യന്മാരൊന്നുമില്ല അവിടെ. കുറേ മലകൾ, അനന്തമായി നിൽക്കുന്ന മലകൾ. അനന്തം എന്ന് പറയല്ല, അന്ത്യമുണ്ട്. പക്ഷേ ഒരുപാട് മലമടക്കുകളുള്ള ഒരു സ്ഥലമാണ്. വെറും പാറമലകൾ നിറഞ്ഞൊരു പ്രദേശം. അവിടെയാണ് ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ. അതിനപ്പുറത്ത് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മഖാമുള്ളതായിട്ടും അവിടെ ഒരു മഖബറത്ത് സയ്യിദന ഹൂദിൻ അലൈഹിസ്സലാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹൂദ് നബിയുടെ ഖബർ വേറെയും സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഇത് ഒരേ പേരുള്ള നബിമാർ വന്നിരിക്കാനാണ് സാധ്യത. സലാലയിലുണ്ട് ഹൂദ് ബിൻ സാലിഹ് ബിൻ ഹൂദ് എന്ന് പറയുന്ന മറ്റൊരു നബിയുണ്ട്. അത് സ്വാലിഹ് അലൈഹിസ്സലാം അല്ല, ഒട്ടകം പിളർന്ന സ്വാലിഹ് നബി അല്ല, അത് മറ്റൊരു സ്വാലിഹ് അലൈഹിസ്സലാം. ഒരു ഹൂദ് നബിയുടെയും മഖാമിനെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് അവിടെ. അപ്പോൾ അത് ഒരേ പേരുള്ള നബിമാർ പലയിടത്തും ഉണ്ടാകാം, ഒന്നിലേറെ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇറാഖുമായി അതിന് ബന്ധമുണ്ട്, സലാലയുമായിട്ട് ബന്ധമുണ്ട്, തുർക്കിയുമായിട്ട് ബന്ധമുണ്ട്. ഒരേ പേരിലുള്ള ആളുകൾ നബിമാർ വന്നിരിക്കാം. 1,24,000 ഉണ്ടല്ലോ, അതിലാകെ 25 പേരല്ലേ നമുക്ക് പേരറിയൂ. 1,24,000 ഉണ്ട്. അപ്പോൾ ഒരേ പേരിൽ എത്ര അബ്ദുറഹ്മാന്മാരുണ്ടാവും? അഷ്റഫ്മാരുടെ കൂട്ടായ്മയൊക്കെ അല്ലേ? അപ്പോൾ എന്നതുപോലെ ഒരേ പേരിലുള്ള നബിമാരുണ്ടായിരിക്കാം. അതങ്ങനെ നമുക്കെൻ്റെ ജംഅ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഹാറൂൻ അലൈഹിസ്സലാമിനെ എൻ്റെ കൂടെ നബിയാക്കണം എന്ന് പറയുന്നത്? അതിനൊരു കാരണം പറയുന്നുണ്ട് മൂസ അലൈഹിസ്സലാം. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ സ്ക്രീൻ പോയതാണല്ലേ. അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തുക എന്ന് പറയുന്ന ഒരു കാരണം. കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ.
ഹാറൂൻ നബിയെ നബിയായി എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്തിന് നബിയാക്കണം, എന്തിനായിരിക്കും? നമ്മൾ ആലോചിച്ച് എന്താണ് അതിൻ്റെ കാരണം പറയേണ്ടത്? എന്തിനാണ് എൻ്റെ ജ്യേഷ്ഠന് കൂടെ നുബുവത്ത് കൊടുക്കണം? ഹു അഫ്സഹു മിന്നി. മൂസ അലൈഹിസ്സലാം വേറെ ഒരിടത്ത് പറയുന്നത്, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹു അഫ്സഹു മിന്നി, എന്നെക്കാളും ഫസ്വാഹത്തുള്ള, ഹി ഈസ് മോർ എലക്വൻസ് ദാൻ മീ. മൂസ നബിയെക്കാളും എലക്വൻസ് ഉണ്ട്, കൂടുതൽ സ്പഷ്ടമായും സ്ഫുടമായും സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ആര്? ഹാറൂൻ അലൈഹിസ്സലാം. അതുകൊണ്ട് ഹാറൂൻ നബിയെ നബിയാക്കണം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഹു അഫ്സഹു മിന്നി ലിസാനൻ, എന്നെക്കാളും വാക്ചാതുര്യമുള്ള ആളാണ് ഹാറൂൻ അലൈഹിസ്സലാം. മുസനബിയാണെങ്കിലോ പവറുണ്ട്, അള്ളാഹു മുഅ്ജിസത്ത് കൊടുത്തിരിക്കുകയാണ് മുസനബിക്ക്. ഹാറൂൻ നബിൻ്റെ കയ്യിൽ മുഅ്ജിസത്തില്ല. മുഅ്ജിസത്ത് ആർക്കാണ്? സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റെ കയ്യിലാണ്. പക്ഷേ സംസാരം, എലക്വൻസ് വേണം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം, ഫറോവയെ ഉത്തരം മുട്ടിക്കുന്ന ജവാബുകൾ കൊടുക്കാൻ കഴിയണം. അത് വിക്കുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നീ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞേക്കും ആളുകൾ. അപ്പോൾ സ്ഫുടമായി സംസാരിക്കുന്ന ഒരാൾ വേണം. കാരണം കമ്മ്യൂണിക്കേഷൻ എന്നത് ദഅവത്തിൽ വലിയൊരു ഘടകമാണ്. ദഅവത്ത് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആവേശത്തിൽ ഈ യുക്തിവാദികളോടോ മറ്റൊക്കെ സംസാരിക്കാൻ ചെന്നാൽ അവർ ഉത്തരം മുട്ടിക്കും. അപ്പോൾ ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടാതിരുന്നാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. പടച്ചോനെ, ഈ ചങ്ങായി പറഞ്ഞ് ശരി തന്നെയാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ അവർ പറയാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അത്തരക്കാരോട് സംസാരിക്കാൻ പോകാം. ഇല്ലെങ്കിൽ പറയേണ്ട, എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കാം, അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഒരു എഞ്ചിനീയർ പറയേണ്ട കാര്യം നമ്മൾ എഞ്ചിനീയറായിട്ട് കാര്യമുണ്ടോ? എഞ്ചിനീയർക്കല്ലേ പറയാൻ കഴിയൂ. ഈ വീടിന് എത്ര സിമെൻറ്റ് വേണം, ഇവിടേക്ക് ഞാൻ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് വരാം, അങ്ങനല്ലേ പറയുള്ളൂ. അല്ല നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുമോ? എന്നതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ. അതറിയുന്ന ആളുകളോട് ഞാൻ ചോദിച്ച് പറയാം, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാം എന്നേ പറയാവൂ. നമുക്കറിയാത്ത വിഷയങ്ങളെ ഉത്തരം മുട്ടിക്കാൻ ഇവന്മാർക്ക് കഴിഞ്ഞേക്കും. അത് ഒരു ദൗർബല്യമായിട്ട് അവർ മനസ്സിലാക്കും. നമ്മളതിൽ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല, സ്വാഭാവികമാണ്. ലോകത്തെ എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും പഠിക്കാൻ കഴിയുമോ? അങ്ങനെ സംഭവമില്ല. പണ്ഡിതന്മാർക്ക് പോലും പണ്ഡിതേതര വിഷയങ്ങളൊന്നും മുഴുവൻ പഠിക്കാൻ കഴിയില്ല, സമയം കിട്ടൂല. ലോകത്ത് ഇതൊക്കെ എവിടുന്നാ വായിച്ചെത്തുക? അത് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ആ ഏരിയ മാത്രമേ അവർക്ക് ആധികാരികമായി പറയാൻ കഴിയുള്ളൂ. അത്തരം ആളുകൾ അതിനെ സമീപിക്കുക. ഡോക്ടർ പറയേണ്ട മറുപടി ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുക, നമ്മൾ പറയാൻ നിൽക്കരുത് എന്നതുപോലെ. ഹു അഫ്സഹു മിന്നി, എന്നെക്കാളും വാക്ചാതുര്യമുള്ള, വാഗ്വൈഭവമുള്ള ആളാണ് ഹാറൂൻ അലൈഹിസ്സലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാറൂൻ നബിക്ക് നുബുവത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അപ്പീൽ ചെയ്യാണ്, അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്. അള്ളാഹു തആല അത് കൊടുക്കുകയും ചെയ്യുന്നു. എന്തിന് ഹാറൂൻ നബിയെ നബിയാക്കണം എന്ന് പറഞ്ഞിട്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞ കാരണം വളരെ ശ്രദ്ധേയമാണ്. കൈ നുസബ്ബിഹക കസീറാ, ഞാനും ഹാറൂൻ നബിയും അള്ളാഹുവേ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ഒരുപാട് തസ്ബീഹ് ചൊല്ലും. വനദ്കുറക കസീറാ, ഞാനും ഹാറൂൻ നബിയും അള്ളാഹു നിനക്ക് ഒരുപാട് ദിക്ർ ചൊല്ലും. അതിനാണ് എനിക്ക് ഹാറൂൻ നബി എൻ്റെ കൂടെ വേണം എന്ന് പറയാൻ കാരണമെന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. الله تعالى പറയാൻ, يا أيها الذين آمنوا, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കണമേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരങ്ങളിലും നിങ്ങൾ അല്ലാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തേണമേ. തസ്ബീഹ് ചൊല്ലണം, രാവിലെയും ചൊല്ലണം വൈകുന്നേരം ചൊല്ലണം എന്ന് പറഞ്ഞതിൻ്റെ ഇടയിലുള്ളത് എന്തായാലും ഫില്ലാവും. വൈകുന്നേരം ചൊല്ലാനുള്ള ദിക്റുകൾ, അദ്കാറുൽ മസാ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ ഇടയ്ക്കൊക്കെ അള്ളാഹിനെ തന്നെ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പകൽ നമ്മൾ ഉണരുന്ന സമയത്തിൻ്റെ രണ്ടറ്റങ്ങളെയും അള്ളാഹു പറഞ്ഞു ബുഖ്റതൻ വ അസ്വീല. ബുഖ്റ എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്. കൊളോക്കിയൽ ലാംഗ്വേജിൽ ബുഖ്റ എന്ന് പറഞ്ഞാൽ നാളെ എന്നർത്ഥമുണ്ട്. ഗദൻ എന്നാണ് ഇതിൻ്റെ ശരിയായ വാക്ക്, ഗദൻ എന്നാണ്. ഗദൻ നാളെ, പക്ഷെ നമ്മൾ സംസാര ഭാഷയിൽ ബുഖ്റ എന്ന് പറയും. ശരി, ബുഖ്റത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും രാവിലെ എന്ന് അതിൻ്റെ വാക്കർത്ഥം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുഖൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് അവരുടെ ബുഖൂറിൽ നീ ബർക്കത്ത് നൽകണമേ. എന്ന് ബുഖൂർ ബുഖ്റത്ത് എന്ന രാവിലെകളിൽ, രാവിലെ ചെയ്യുന്ന പണികളിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ പടച്ചവനെ. രാവിലെ തുറക്കുന്ന സ്ഥാപനങ്ങളിൽ, രാവിലെ തുടങ്ങുന്ന ജോലികളിൽ
അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണേ, രാവിലെ തുടങ്ങുന്ന യാത്രകളിൽ ബർക്കത്ത് കൊടുക്കണേ എന്നൊക്കെ ആ ദുആയിൽ വന്നു. അത് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ ബുക്റതൻ വ അസ്വീല, രാവിലെയും വൈകുന്നേരം. അസ്വീല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ തക്ബീർ ചൊല്ലുമ്പോൾ പറയില്ലേ ബുക്റതൻ വ അസ്വീല. അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ദിക്റൻ കസീറ എന്ന് പറയുന്നുണ്ട്. ധാരാളം ദിക്ർ ചൊല്ലുക. ദിക്ർ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ദിക്ർ എന്ന് പറയുന്നതേ, നാവ് കൊണ്ട് ഒരാൾ തസ്ബീഹ് പിടിച്ച് ഇങ്ങനെ നാവോട് ചൊല്ലുന്നുണ്ട്, അപ്പോൾ ദിക്റാവോ? ആവാം, ആവാതിരിക്കാം. തസ്ബീഹ് മാല കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കാൻ ബീഡ്സ് ഇങ്ങനെ താഴെ ഇറങ്ങുന്നുണ്ടാവും, നാവ് ചലിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സെവിടെയോ ആയിരിക്കും. കൂലി കിട്ടുമോ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ആളല്ല. പക്ഷേ അത് ദിക്റാണോ എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് സാന്നിധ്യമില്ലെങ്കിൽ അത് ദിക്റായി മാറുന്നില്ല. ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സാന്നിധ്യമാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ദിക്റിന് നാവ് കൊണ്ട് പറയുമ്പോഴല്ലേ? ദിക്ർ എന്ന് പറഞ്ഞാൽ ജറയാനുൽ ലിസാനി ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാവ് ചലിക്കുമ്പോഴാണ് നമ്മൾ ദിക്ർ ചൊല്ലുക എന്ന് പറയാം. ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നമ്മൾ ചൊല്ലുകയാണ്. അപ്പം അതെന്തിനാണ്? അതൊരു കൗതുകമുള്ള ഉത്തരമാണ് അതിന് ആലിമീങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓർക്കുക എന്നത് കൽബിലാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദിക്റിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. പക്ഷേ നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത അശ്രദ്ധനായി കിടക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ റിമൈൻഡർ കൊടുക്കുകയാണ്. അപ്പോൾ ചൊല്ലാത്തവൻ ചൊല്ലാൻ തുടങ്ങും. അതാണ് ദിക്ർ നാവ് കൊണ്ട് ചൊല്ലുന്നതിൻ്റെ വലിയൊരു മഹത്വം. ചൊല്ലുന്ന ഒരുത്തൻ ചിലപ്പോൾ അവൻ്റെ മൈൻഡ് എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ കാണുന്ന ഒരാൾ കുറച്ചാൾ ദിക്റല്ലേയാണല്ലോ, എന്നാൽ ഞാനും കുറച്ച് ചൊല്ലട്ടെ. അപ്പോൾ ഒറ്റയ്ക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലി ആ കൂലിയേക്കാളും കൂടുതൽ കിട്ടും ഒരാളെ നിങ്ങൾ ദിക്ർ ചൊല്ലിപ്പിച്ചാൽ. നിങ്ങൾ കാരണം അയാൾ ചൊല്ലുന്ന ദിക്റിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു മഹത്വമുണ്ട് ദിക്ർ നാവ് കൊണ്ട് ചൊല്ലുന്നതിന്. കാണുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുക കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. കൈ നുസബ്ബിഹക കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ. അല്ലാഹുവേ നിന്നെ ഒരുപാട് ഓർക്കാനാണ് പടച്ചവനെ. മഹാനായ ഇബ്നു ബുസ്ർ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു അറാബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിച്ചൊരു ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പ്രായമായൊരു മനുഷ്യനാണ്. പ്രായമായി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൺപോളകൾ പോലും പൊങ്ങാൻ കഴിയാതെ, കണ്ണിന് തുറക്കാൻ പറ്റില്ല, അത്രയും കണ്ണിൻ്റെ പോളകളുടെ ഈ മസിലുകളൊക്കെ വീക്കായിട്ടുണ്ട്. ഇങ്ങനെ കൺപോളങ്ങ് അടഞ്ഞു പോവാണ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രക്ക് പ്രായമായ മനുഷ്യൻ. അപ്പോൾ എന്തായാലും ഒരു 100 വയസ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരിക്കാന്നർത്ഥം. നടക്കാൻ വയ്യ, മുൻഹനിയൻ, കുനിഞ്ഞു നിന്നുകൊണ്ട് നടക്കാൻ കഴിയാതെ, വാർദ്ധക്യത്തിൻ്റെ എല്ലാ അവശതകളും അയാളുടെ ദേഹത്തുണ്ട്, ചുക്കിച്ചുളിഞ്ഞ് കണ്ണിൻ്റെ പോള പോലും ശരിക്കൊന്ന് പൊക്കാൻ കഴിയാതെ തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഹബീബിൻ്റെ മുമ്പിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ശറായിഅൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഇസ്ലാം ഇപ്പം അടുത്തേ പഠിച്ചിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ ഞാൻ കേട്ടു നബിയെ, എല്ലാം കൂടെ കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ സംഭവിക്കും. എല്ലാ യൂട്യൂബ് എടുത്തു നോക്കുക, എല്ലാ ടിക്ടോക്കൊന്നും എടുത്തു നോക്കുക, എല്ലാ യൂട്യൂബ് ഷോർട്ടുകൾ എടുത്തു നോക്കുക, അതിലൊക്കെ ഓരോരോ ദിക്റുകളുണ്ടാവും. ഇതൊക്കെ ഓതാൻ നിന്നാൽ പഠിക്കാൻ നേരം ഉണ്ടാവില്ല, സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കോളേജിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കുടുംബക്കാരെ വന്ന് കാണുമ്പോൾ ചിരിക്കാൻ നേരം ഉണ്ടാവില്ല, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ചൊല്ലി തീരണ്ടേ? പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ആധികാരികതയില്ലാത്ത കുറേ കിതാബിലുണ്ട് എന്ന് പറയുന്ന ആ കിതാബിൽ ഇപ്പം പല ആളുകൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വരും, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ നബി തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് ഹദീസ് നടിയിൽ. പക്ഷെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു എന്നത് ഉറപ്പന്നെയാണോ? ഏത് ഹദീസ് പണ്ഡിതനാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത്? അതോടെ കൊടുക്കൂല. ഇത് എവിടെ ഉണ്ട് ഹദീസ്? ആ ഹദീസ് സ്വഹീഹ് തന്നെയാണോ, മൗദൂ ആണോ, വേറെ ഏതെങ്കിലും കുഴപ്പങ്ങളുള്ള ഹദീസാണോ, ദുർബലമാണോ, എന്താണ് ആ ഹദീസിൻ്റെ വകുപ്പ് എന്നറിയാതെ അങ്ങനെ ആളുകൾ എന്തെങ്കിലും അങ്ങനെ എഴുതിവിടും. ഇപ്പം ചിലതൊക്കെ അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളായിരിക്കും. പിന്നെ ഇപ്പോൾ ദിക്റല്ലേ, അള്ളാഹിനെ കുറിച്ച് ഓർക്കല്ലേ, കൂലി കിട്ടും. പക്ഷെ ആ ഹദീസാവണമെന്നില്ല, ആധികാരികത ഉള്ളതാവണം. ആധികാരികമായി വന്ന എത്രയോ ഹദീസുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ട്. അതൊന്നും നമ്മൾ കാണാതെ പോയിട്ട് അല്ലാത്തതിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് നഷ്ടപ്പെടും. മുൻഗണനാക്രമങ്ങളുണ്ട്.
മുൻഗണനാക്രമം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓടിയെത്തൂല. നമ്മൾ ഓടിയെത്താൻ കഴിയില്ല. അദ്കാറുകളുടെ ലോകം അങ്ങനെയാണ്. ചിലരൊക്കെ വെറുതെങ്കിലും ആളുകൾ എന്തെങ്കിലും കണ്ണേറുണ്ട് അല്ലെങ്കിൽ സിഹറാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ രാത്രിയും ഒരു 15 അൽബക്കർ ഓതണട്ടോ. റഹ്മാനായ റബ്ബേ, എന്ത് ചെയ്യൂ ഈ മനുഷ്യൻ? ഒരു അൽബക്കറൊക്കെ വേണം മിനിമം 2-2.5 മണിക്കൂർ. അല്ലെങ്കിൽ ഡെയിലി അൽബക്കറ ഓതി തീർക്കണം. കഴിയൂല. ചിലപ്പോൾ മനുഷ്യൻ തളർന്നു പോകൂലേ? പിന്നെ പറയും 33 യാസീനും ഓതണം ഉറങ്ങേണ്ട മുമ്പ് എന്ന്. യാ റബ്ബി, മനുഷ്യൻ പിന്നെ എപ്പോഴാണ് ഉറങ്ങുക? ഇങ്ങനെ ആളുകളെ ലോക്ക് ചെയ്യും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ആളുകൾക്ക് കല്ലിമുന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം, ജനങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതേ ജനങ്ങളോട് പറയാവൂന്നാണ് ഒന്ന്. പിന്നെ ദീനിനെ ഭാരമാക്കി കൊടുക്കരുതെന്നുണ്ട്. അത് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു കൊടുക്കുക. എന്നും കിടന്നുറങ്ങേണ്ട മുമ്പ് 1500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ചിലപ്പോൾ പറ്റിയേക്കാം, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. നാരി സ്വലാത്തൊരു 4444 ഒരു രാത്രിനെ പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് എവിടെ നടക്കാനാണ്? അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. ജോലിക്കും പണിക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. വല യുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീനിനെ വല്ലാണ്ടങ്ങ് മുറുക്കി പിടിച്ചാൽ ദീൻ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയും നിങ്ങൾക്ക് മീതെ ദീൻ അതിജയിക്കുകയും നിങ്ങൾ തോറ്റുപോവുകയും ചെയ്യും എന്നാണ് അതിനർത്ഥം. നമുക്ക് പൊക്കാൻ പറ്റുന്നൊരു സംഗതി ഉണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യൽ ദീനിൽ വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കേഷനലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളുണ്ടാവും. ഇത് എന്നും ഡെയിലി കൊണ്ടുനടക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എമൗണ്ടേ എടുക്കാൻ പാടുള്ളൂ. ഭാര്യ നിസ്കാരം കൊണ്ട് നിസ്കാരമാണ്, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല, ചായ കൊടുക്കാനും പറ്റില്ല, അവൾ മുസല്ലി നേടിയിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോയാൽ ജീവിതത്തിൻ്റെ വലിയ ഒരു ധർമ്മം തൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയാതെ, വലിയ കൂലിയുള്ള കാര്യം തൻ്റെ ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇവിടെ സ്വലാത്തും ദിക്റും കഴിഞ്ഞിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല, മക്കളൊന്നും സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നില്ല, മദ്രസക്ക് ഒരുക്കാൻ പറ്റുന്നില്ല, എന്തേ? ഉമ്മാനെ ദിക്റും സ്വലാത്തും കഴിഞ്ഞിട്ട് കിട്ടണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മക്കളെ നോക്കുന്നതും കൂലിയുള്ള കാര്യമാണ്, ഭർത്താവിനെ നോക്കുന്നതും കൂലിയാണ്, അതിഥികളെ സൽക്കരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം, ബാലൻസ് കൊണ്ടു നടക്കണം. ഏറ്റിയാൽ പൊങ്ങാത്ത് തലയിലെടുത്ത് വെച്ചാൽ നിങ്ങൾ തോറ്റുപോവുകയും ദീൻ അതിജയിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ ഇട്ടേച്ച് ഓടും. ചില ആളുകൾ അങ്ങനെ കുറേ കാലം ഒരുപാട് കൊണ്ടു കിടന്നു, പിന്നെ ഒരു സംഗതിയും ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്നൊരു കാലഘട്ടം, അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ സ്ഥിരമായിട്ട് മുമ്പ് ക്ലാസ്സിന് വന്നിരുന്ന ആളുകൾ, വരാൻ പറ്റുന്ന ആളുകൾ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷെ ചില കാരണം എന്തായിരിക്കും? ഒരു മടുപ്പ് വന്നു, അല്ലെങ്കിൽ ഇനി ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് തോന്നി. അപ്പോൾ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ അങ്ങനെ പിന്നെ തിരിച്ചു വരും. അവർ ആ ചിപ്പവിടെ ഉണ്ടാവും, അതുകൊണ്ട് അതങ്ങ് തിരിച്ചെത്തും. പക്ഷേ അതിനിടയ്ക്ക് അങ്ങനെ പോയി പോവും. എന്തെന്നറിയോ? ഓവർ ബേർഡൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് സംഭവിക്കുന്ന ഒരു പാകത്തിനെ കൊണ്ടു നടക്കാവുന്ന. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരിൽ ദിക്ർ ചൊല്ലുന്ന ആളുകളിൽ പിന്നെ മജ്ദൂബായ ഔലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. മജ്ദൂബായ ഔലിയാക്കന്മാർ ചിലപ്പോൾ തുണിയെടുക്കാണ്ട് ഓടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ബുദ്ധി സ്ഥിര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ ചിലപ്പോൾ അറിയില്ല. എന്തേ? ബുദ്ധി പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിക്ക് തകരാറ് സംഭവിക്കാന്നാ. അത് ദിക്ർ ചൊല്ലിയിട്ടും അള്ളാഹുവിനെ ഓർത്തിട്ടും തന്നെ അങ്ങനെ സംഭവിക്കുന്ന ആളുകളുണ്ട്. അത് പണ്ഡിതന്മാർക്ക് സംഭവിക്കൂല. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആലിമീങ്ങൾ ഭ്രാന്തായി പോകുന്ന ആൾക്കാരെ കാണൂല. സാധാരണക്കാർ ഇൽമില്ല, പഠിച്ചിട്ടില്ല, കേട്ടിട്ടുള്ള പേടിയേ ഉള്ളൂ. ആ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതിൻ്റെ ബലാബലം എത്രയാണ്, എവിടം വരെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ആലിമീങ്ങളിൽ ഔലിയാക്കന്മാരുണ്ടെങ്കിലും അവർക്ക് ഭ്രാന്താവില്ല. സാധാരണക്കാർ ഔലിയാക്കന്മാരായി പോയാലും മജ്ദൂബീങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാറുണ്ട്. നമ്മൾ ഉസ്താദുമാരൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കാരണം ഇൽമിൻ്റെ കുറവിടെ വല്ലാണ്ട് പ്രശ്നമാവും. ഇൽമില്ലാതിരുന്നാൽ ആളുകൾക്ക് തകരാറ് സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഇതാ പറഞ്ഞു, ഏത് നേരം 24 മണിക്കൂർ വെള്ളമിട്ടിരിക്കുക, അത് പറ്റൂല. അതിനൊക്കെ ഒരു സമയം വെക്കണം, അതിൻ്റെ ഒരു നിയന്ത്രണം വേണം. ചിലപ്പോൾ മാനസികമായി പോവും, കേട്ടിട്ട് തല തിരിഞ്ഞു പോവും. മനുഷ്യന്മാരല്ലേ, ഒരു ലിമിറ്റ് വെക്കണം. എല്ലാറ്റിനും ഒരു ബാലൻസ് വേണം. അത് ഇസ്ലാം ദീനുൽ അദിലാണെന്ന് പറയും. ഒരു വസത്വയ്യ, എല്ലാറ്റിനും ഒരു മിതത്വം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുമ്പിൽ വന്ന അബ്ദുല്ലാഹിൽ ബുസ്ർ എന്നവരുടെ ഹദീസിലേക്ക് വരാം. അപ്പോൾ അറാബി വന്നിട്ട് പറയും, നബിയെ, ഒരുപാട് ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കഥറത് അലൈ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് നബിയെ, ഞാൻ പ്രായമായില്ലേ, എനിക്കിതൊന്നും കൊണ്ടുനടക്കാൻ കഴിയില്ല, എനിക്കിതൊന്നും കൊണ്ടുനടക്കാൻ, എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഫഅംബിഇനി മിൻഹാ ബിശൈഇൻ നതശബ്ബതു ബിഹി, അതുകൊണ്ട് നബിയെ എനിക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരൂ. എന്നും സ്വലാത്തു തസാബീഹ്, തസ്ബീഹ് നിസ്കാരം, അറബിയിൽ സ്വലാത്തു തസാബീഹ് എന്നാ പറയാം. നമ്മൾ മലയാളത്തിൽ നമ്മൾ തസ്ബീഹ് നിസ്കാരം സ്വലാത്തു തസ്ബീഹ് എന്ന് പറയും. ശരിക്കും അറബിയിൽ സ്വലാത്തു തസാബീഹ് എന്നാണ് അറിയപ്പെടുക, തസ്ബീഹുകളുടെ നിസ്കാരം. അതിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഡെയിലി ഇഷ്റാഖും ളുഹയും എല്ലാ റവാത്തിബുകളും എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണമെന്നില്ല. എല്ലാ ദിവസവും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോലും നോമ്പെടുക്കണമെന്ന് സാധിക്കണമെന്നില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ദാനം ചെയ്യണം കഴിയണമെന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു കാറ്റഗറി ഒരൽപ്പം മീതയാണ്. കാരണം അംബിയാഇന്റെ ലെവലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉടനെ വരുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംബിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ നേരെ പിറകിൽ അവസാനത്തെ ഒരു നബിയും കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ വരുന്ന ആളാണ് ആര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ ചോദിച്ചില്ലേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പെടുത്ത ആളാരാണ്? അപ്പോൾ അന യാ റസൂലല്ലാഹ് പറഞ്ഞില്ലേ. ഇന്ന് മയ്യത്തിൻ്റെ കൂടെ ജനാസയുടെ കൂടെ പോയ ആളാരാണ്? അന യാ റസൂലല്ലാഹ്, സിദ്ദീഖ് എന്നവർ പറഞ്ഞു. ഇന്നൊരു രോഗിയെ പോയി സന്ദർശിച്ചവരുണ്ടോ? തങ്ങൾ ചോദിക്കുമ്പോൾ സ്വഹാബികൾ ആരുമില്ല. അന യാ റസൂൽ, ഞാൻ പോയി കണ്ടിട്ടുണ്ട് നബിയെ. ഒമൻ തസദ്ദഖ അലാ മിസ്കീനിൻ, ഒരു മിസ്കീന് ദാനം കൊടുത്ത ആളുകളുണ്ടോ നിങ്ങളിൽ നിന്ന് ചോദിച്ചു. അന യാ റസൂലല്ലാഹ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ആ മനുഷ്യൻ സ്വർഗവാസിയാണ്. ഇല്ലാ ദഖലൽ ജന്ന. അതാരെക്കുറിച്ച് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിപ്പോൾ ഒരു മനുഷ്യനെ എന്നും കിട്ടിക്കൊള്ളുന്നുണ്ടോ? ജനാസ പോകണമെങ്കിൽ മരിക്കട കൊല്ലാൻ പറ്റുമോ മനുഷ്യനെ? ജനാസ ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. അത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. രോഗി ഉണ്ടെങ്കിലല്ലേ രോഗിയെ പോയി കാണാൻ പറ്റുള്ളൂ. ആളുകൾ പോയി രോഗിയാക്കാൻ പറ്റുമോ? അള്ളാഹു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മഹാനവറുകൾക്ക് അമലിന് വലിയ മജാലുകൾ തുറന്നു കൊടുത്തു എന്നാ പറയാ ആലിമീങ്ങൾ. അള്ളാഹു തആല ചില ബാബുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾക്ക്. അത് വേറെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ലെന്നാണ്. സിദ്ദീഖ് എന്നവർ രോഗം വന്ന് ഡോക്ടറെ പോയി കണ്ടിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മോട് പറഞ്ഞ എന്താ? രോഗിയെ തദാവോ യാ ഇബാദല്ലാഹ്, അള്ളാഹിൻ്റെ പടപ്പുകളെ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം, രോഗത്തിന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതറിയുന്ന സിദ്ദീഖ് എന്നവർ എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. എന്താ പറഞ്ഞത്? എൻ്റെ റബ്ബ് എന്നെ കണ്ടു, എന്നോട് പറഞ്ഞു അന ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ ചെയ്യുമെന്ന് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. ആ രോഗത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയുന്നത്. അത് വേറൊരു ലെവലാണ്. നമ്മളങ്ങനെ പറയില്ല വേറെ ലെവല്, അങ്ങനെ പറയാൻ പറ്റിയ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ലെവല് വേറെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പോൾ സ്വഹാബികളിൽ ഈ മഹാനായ സ്വഹാബി പ്രായമുള്ള ആളാണ്, നല്ല പ്രായമുള്ള ആളാണ്. മഹാനായ തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ എനിക്ക് ടെൽ മീ വൺ തിങ് ഐ ക്യാൻ ഹോൾഡ് ഓൺ ടു ഇറ്റ്, എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ പ്രായമായി, എനിക്ക് അങ്ങനെ ഒന്നും കൊണ്ടുനടക്കാൻ പറ്റൂല, എനിക്ക് എന്നും ഉംറയ്യ പറ്റിക്കൊള്ളുന്നില്ല, എനിക്ക് എന്നും പള്ളിയിലേക്ക് നടന്നു പോയിട്ട് ജമാഅത്തിന് പോവുക എന്നെ കൊണ്ട് പറ്റിക്കൊണ്ടില്ല, ഞാൻ വയസ്സായ ആളാണ്, ഇസ്ലാമിൽ ഒരുപാട് നന്മകളുണ്ട്, ഇനി എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരണേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. ആ മനുഷ്യന് തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉത്തരം ഇതാണ്: നിങ്ങളുടെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കട്ടെ. അത് നിങ്ങൾക്ക് ചെയ്യാലോ. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക. നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കും. നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തകളിൽ വരും, നമ്മുടെ കർമ്മങ്ങളിൽ വരും. ഇപ്പോൾ രാത്രി മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റ് കൊടുക്കുന്ന വരുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉദാഹരണം പറയാം, ഉള്ളതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 51 വട്ടം പറയാം, ഞാൻ ഇന്ന് മൂത്രമൊഴിക്കൂല, ഞാനിന്ന് മൂത്രമൊഴിക്കൂല, ഞാനിന്ന് മൂത്രമൊഴിക്കൂല. എന്തിനാണെന്നറിയോ? ഓർക്കിപ്പോൾ അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അത് കുട്ടിയുടെ ബ്രെയിനിനോട് കുട്ടി തന്നെ പറയാണ്, ഞാൻ ഉറങ്ങിപ്പോയാൽ തലച്ചോറെ മൂത്രമൊഴിക്കണമെന്ന് ബാത്റൂമില്ല എന്നുള്ള സ്വപ്നമൊന്നും കാണിച്ചു തരണ്ട, ഞാൻ മൂത്രമൊഴിക്കൂല കേട്ടോ എന്ന് ബ്രെയിനിനോട് പറയാൻ ഈ ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുകയാണ്. ദിക്റിൻ്റെ ഹിക്മത്തും അതുതന്നെയാണ്. നിരന്തരമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ സ്വീകരിക്കും. അപ്പോഴേ സക്രാത്ത് കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഓർമ്മ വരില്ല, അല്ലെങ്കിൽ ഡോക്ടർ വന്നോ എന്നൊക്കെ ആലോചിക്കുക. ഗ്ലൂക്കോസ് കയറ്റിയിട്ടില്ലല്ലോ പഠിച്ചവൻ, എൻ്റെ അവസ്ഥ എന്താ?
എനിക്ക് മരുന്ന് തന്നിട്ടില്ലല്ലോ, എൻ്റെ ഭക്ഷണം എപ്പോഴാണ് വരിക, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ വെന്റിലേറ്റർ ഒന്ന് ആലോചിക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് ബ്രെയിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ കൊണ്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭക്ഷണം വന്നാലും ഇല്ലെങ്കിലും എൻ്റെ റൂഹിൻ്റെ ഭക്ഷണം ഞാൻ കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിന് നിരന്തരമായ ആവർത്തനങ്ങൾ ആവശ്യമാണ്. കൈ നുസബ്ബിഹക കസീറാ, അൺലിമിറ്റഡ് ആയിട്ട് അല്ലാഹുവേ നിനക്ക് തസ്ബീഹ് ചൊല്ലണം. തസ്ബീഹ് എന്ന് പറയുന്നത് ചൊല്ലൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക എന്നാണ്. അത് മനസ്സിൽ എൻ്റെ റബ്ബാണ് ദ മോസ്റ്റ് പെർഫെക്റ്റ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയവൻ. വനദ്കുറക കസീറ, നിന്നെ ധാരാളം ഓർക്കാനും പടച്ചവനെ. ചുണ്ടുകൾ അനങ്ങാതെ ഒരു മനുഷ്യന് ദിക്ർ ചൊല്ലാൻ പറ്റും. അൻഫാസിയായ ദിക്റുണ്ടെന്ന് മഹാന്മാർ പറയാം. അവർ ബ്രീത്ത് ചെയ്യുന്നത് അല്ലാഹ് അല്ലാഹ് എന്ന ഒരു ദിക്ർ കൊണ്ടുള്ളൊരു നഫസുണ്ട്. നഫ്സുണ്ട്, നഫസുണ്ട്. നഫസ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് എന്നാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നാണ്, റൂഹ് എന്നൊക്കെ അർത്ഥമുണ്ട്. നഫസ്, അതിനെ അൻഫാസിയായ ദിക്ർ എന്ന് പറയാം. നമ്മുടെ ശരീരം അങ്ങ് അള്ളാഹുവിൻ്റെ സ്മരണയിൽ അങ്ങ് ലയിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് അങ്ങനെ പറയാം. കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആലയെ ഓർക്കാനാണ് അല്ലാഹു തആല നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു. മുസനബിയോട് ആദ്യം പറഞ്ഞ ഉത്തരവാദിത്തം അതാണല്ലോ. മുസനബിയെ, ഞാനിതാ നിങ്ങൾക്ക് ഫസ്തമിഅ ലിമാ യൂഹാ, ഞാൻ വഹീ തരാൻ പോകുന്നു, മുസനബിയെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലി, എന്താ പറഞ്ഞു? വഅഖിമിസ് സ്വലാത ലിദിക്രി. മുസനബിയെ, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം. എന്തിന്? ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. അപ്പം നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രക്രിയയാണ് ദിക്ർ. അതില്ലാതെയും ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റും. അള്ളാഹിനെ ഒട്ടും ഓർക്കാതെ ഒരാൾക്ക് വേണമെങ്കിൽ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റും. ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല പടച്ചവനെ. പക്ഷേ എന്നെ ഓർക്കാനാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൽ എന്നെ നിങ്ങൾ ഓർക്കണം. ആ ഓർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരികയാണ് നിസ്കാരത്തിൻ്റെ ചടങ്ങുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ ഏറ്റവും അക്ബറായവനാണ് പടച്ചവനെ. എന്താണ് അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹുമ്മ അൻത അക്ബറു മിൻ അൻ തുൻസ, പടച്ചവനെ നിന്നെ മറക്കാൻ പാടില്ലല്ലോ, നീ അത്ര വലുതാണ്. അല്ലാഹു, നീ ഏറ്റവും വലിയവനാണ്. നിസ്കാരത്തിൽ മറ്റു ചിന്തകൾ എനിക്ക് വരാൻ പാടില്ലാത്ത വിധം നീ വലിയവനാണ്. അല്ലാഹു, നീ വലിയവനാണ്, നിന്റെ റഹ്മത്ത് വിശാലമാണ്. നിസ്കരിക്കുമ്പോൾ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ കാരണം നീ എന്നെ തട്ടിമാറ്റുമെന്ന് എനിക്ക് തോന്നാൻ പാടില്ല. അതിനേക്കാളും വലുതാണ് റബ്ബേ നിന്റെ റഹ്മത്ത് എന്നോർക്കണം. പിശാച് എന്ത് ചെയ്യും? നമ്മളങ്ങനെ പറഞ്ഞു പറ്റിക്കും. നീ പോക്കാണ്, എൻ്റെ കാര്യം പോക്കാണ്, നീ നന്നായിട്ട് ഒരു കാര്യമില്ല, നീ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പിശാച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പിശാച് നൈരാശ്യം ഉള്ള ആളാണ്. പിശാച് നിരാശനാണ്, യഅസുണ്ട്. വലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മാത്രമേ നിരാശ സംഭവിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പം നിരാശപ്പെടരുത്. നിരാശപ്പെടാതിരിക്കാൻ മാത്രം അല്ലാഹു അക്ബറാണ്. അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചെന്ന് നിസ്കാരം എന്ന് പറഞ്ഞിരിക്കും വാതിൽക്കൽ ചെന്ന് മുട്ടലാണ്. അള്ളാഹുവിൻ്റെ വാതിലിൽ നിൽക്കാൻ കഴിയുക എന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. അള്ളാഹുവിൻ്റെ വാതിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കറാമത്താണ്, ഒരു മഹത്വമാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. അള്ളാഹിൻ്റെ ബാബിൽ നിൽക്കാൻ പറ്റുന്നത് മഹത്വമാണ്. വാതിൽക്കൽ നിൽക്കുക എന്ന് പറയുന്നത് വാതിൽ തുറക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല. വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വാതിൽ തുറന്നു കിട്ടണം എന്ന വാശിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. പിന്നെയോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹു നൽകുന്നൊരു മഹത്വമാണ്. എത്രയോ ആളുകളെ നിസ്കരിക്കാൻ തൗഫീഖില്ലാതെ അള്ളാഹു തആല മാറ്റിക്കളഞ്ഞു. എന്തേ? അവരുടെ മനസ്സിൻ്റെ ആ ഒരു ദുർനടപ്പ് കൊണ്ട്. നിങ്ങൾക്ക് വുളൂ എടുക്കാൻ തൗഫീഖ് ഉണ്ടായില്ലേ? ബാങ്ക് വിളിച്ചു നിസ്കരിക്കണമെന്ന് തോന്നൽ വന്നില്ലേ? മുസല്ല വിരിച്ചു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ വാതിൽക്കൽ നിൽക്കാൻ കഴിയലാണ്. അതാണ് ദിക്ർ. അപ്പോൾ വാതിൽക്ക് നിൽക്കുമ്പോഴേക്കും എനിക്ക് തുറന്നു തരണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. അത് വാതിൽ തുറന്നു തരേണ്ട ആൾ തീരുമാനിക്കും എപ്പോഴാണ് തുറന്നു തരേണ്ടതെന്ന്. കുറേ നേരം തുറന്നു തരാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് തിരിച്ചു പോരാൻ നിൽക്കണ്ട. ഇനി ഞാൻ നിസ്കരിക്കൂല എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ കുറേ കാലം അതിൻ്റെ കടം വീട്ടാൻ പഠിച്ചോ ചോദിക്കും, എൻ്റെ കട ഇതുവരെ വീടിയിട്ടില്ല, അവിടെ ഞാൻ മതിയാക്കുകയാണ് എന്നൊന്നും പറയരുത്. വാതിൽക്കൽ നിൽക്കുന്നത് തന്നെ ഒരു ഷറഫാണ്, അതൊരു മഹത്വമാണ്. അള്ളാഹുവിൻ്റെ വാതിൽക്കൽ നിൽക്കാൻ പറ്റുന്നത്, തക്ബീർ ചൊല്ലാൻ പറ്റുന്നത്, ഫാത്തിഹ ഓതാൻ പറ്റുന്നത്, നിസ്കരിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു മഹത്വമാണ്. ആ വാതിൽക്കൽ നിൽക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ വാതിൽക്കൽ നിൽക്കുന്നത് എത്ര കാലം നിന്നാലും
അത് നമ്മുടെ മഹത്വമാണ്. അത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. അവിടെ നിൽക്കാൻ പറ്റില്ലേ? അപ്പോയിൻമെൻറ്റ് കിട്ടാതെ എത്ര ആൾക്കാരുണ്ടാവും? വാതിലേക്ക് എത്താൻ പറ്റാത്തവർ ഗേറ്റിൻ്റെയും പുറത്തായിരിക്കും ക്യൂ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ അകത്തേക്ക് വിളിച്ചു, ഇതാ അടുത്തത് നിങ്ങളാണ് എന്ന് പറയുന്ന വിധം നിങ്ങൾ വാതിൽക്കൽ കാത്തി കിടക്കുകയാണ്. അതാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വാതിൽക്കൽ പോയി മുട്ടുകയാണ് നമ്മൾ. മുട്ടുമ്പോഴേക്കും വാതിൽ തുറന്നിട്ടെന്ന് വാശി പിടിക്കരുത്. അത് വാതിലിൻ്റെ ഉടമസ്ഥൻ തീരുമാനിക്കേണ്ട വിഷയമാണ്, അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. അത് കൈനുസബ്ബിഹക കസീറ വനദ്കുറക കസീറ, അള്ളാഹുവേ നിന്നെ ധാരാളം എനിക്ക് ഓർക്കണം. ആ വാതിൽക്കൽ നിൽക്കുക എന്ന് പറഞ്ഞത് ഓർക്കലാണ്. വനദ്കുറക കസീറ, നിന്നെ ഒരുപാട് പുകഴ്ത്തണം പടച്ചവനെ. ജീവിതത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അമലെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കലാണ്. ബാക്കിയൊക്കെ ബോറടിക്കും, ബാക്കിയെല്ലാം ബോറടിക്കും. ബോറടിക്കാത്തത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ്. അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നമ്മൾ പഠിച്ചുപോയ ഇസ്മുകളൊക്കെ അല്ലേ, ഓരോ ഇസ്മുകളെയും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു വാതിൽക്കൽ ചെന്ന് മുട്ടുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം, യാ റസ്സാഖു യാ അല്ലാഹ്, യാ ഹക്കീമു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളെ അതിൻ്റെ ആശയമറിഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കുന്നതാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കർമ്മം. ബാക്കിയൊക്കെ കച്ചവടം, ജോലിയും, കല്യാണവും, സൽക്കാരവും, ടൂറും, കറങ്ങലും, ഭക്ഷണം കഴിക്കലും, ഇതൊക്കെ എന്തു ചെയ്യും? അതിന് മങ്ങിപ്പോകുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ മങ്ങലേൽക്കും. മങ്ങലേൽക്കാത്തത് ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാ, അല്ലാഹുവിൻ്റെ ദിക്റാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ദ്വാരക്കാനുള്ള വസിയത്തുകൾ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പായസം ലിയാഖത്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വകയാണ്. അവരുടെ മകൻ വിസിറ്റ് വിസയിൽ വന്ന് തൽക്കാലം ഒരു ചെറിയ ജോലിയിൽ കയറിയിട്ടുണ്ട്. അവരുടെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ജോലി കിട്ടണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യാനാണ് അവർ സ്വതക്ക ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവരുടെ മോന് ഖൈറായൊരു മഈശത്ത്, ഇസ്സത്തുള്ള മഈശത്ത് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾക്കുള്ള പായസം നിയ്യത്തുള്ളവർ അറിയിക്കണേ. ആർക്കും അങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ വെറുതെ മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാമെന്ന് നിയ്യത്ത് വെച്ചിട്ട് കൊടുക്കുക. കാരണം ഇത്രമേൽ ഖൈറുള്ള ബറക്കത്തുള്ള ഒരു എൽമിൻ്റെ സദസ്സ് നമുക്കിവിടെ നിന്ന് വേറെ ഏത് കിട്ടാനാണ്? ദീൻ പഠിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന ആളുകൾ ആരും കമ്പൽ ചെയ്ത്, നമുക്കൊരു മെമ്പർഷിപ്പ് പോലും ഇല്ല. ഖുർആൻ ക്ലാസ്സിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് മാത്രമായിട്ട് വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ ഉസ്മാന്? അങ്ങനെയൊന്നുമില്ല. അതറിയുന്നവർ വരും, തൗഫീഖുള്ളവരെത്തും, അത്രയേ ഉള്ളൂ. അതങ്ങനെ പോകുന്ന ഒരു KSRTC ബസ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും കയറേണ്ടവർക്ക് കയറാം. എന്തായാലും കണ്ടക്ടർ ബെല്ലടിച്ചാൽ വണ്ടി പോകും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ പോകുന്ന ആ ഒരു സംവിധാനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസുള്ളവർക്ക് വരാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഒരു സംഘടന, ഒരു കൂട്ടായ്മ, അത് കഴിഞ്ഞിട്ടൊരു ഫുഡ്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും എത്തും. അങ്ങനെയുണ്ടല്ലോ, ചില ബോണ്ടുകളുണ്ടാവും. നാട്ടുകാരെ കാണാണ് നമ്മളെ കുഞ്ഞുമംഗലക്കാരെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ അത്തോളിക്കാരെ കൂട്ടായ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ആ നാട്ടുകാരെ മൊത്തം വരും. അല്ലെങ്കിൽ കോട്ടക്കലായിരുന്നാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഖാലിസായ നിയ്യത്ത് നിങ്ങളുടെ കൽബിലുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അത് നിങ്ങളുടെ കൽബിൽ നിയ്യത്ത് പോലെയാണ്. ആമീൻ പറയുന്ന ആളും ദ്വാരക്കാണെന്നാണ് നമുക്കറിയാലോ. ആമീൻ പറയുന്ന ആളും ദുആ ചെയ്യുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാളിങ്ങനെ ഒരു പ്രസംഗിക്കുന്നത് കേട്ടു, നിങ്ങളെപ്പോഴും ആമീൻ പറയണല്ലേ ഉള്ളൂ, ഉസ്താദല്ലേ വരക്കണത്, നിങ്ങളെപ്പോഴാണ് അത് വരുന്നത് എന്ന്. അറിയാത്തതുകൊണ്ടാണ് ആ സാധുവിനെ. ആമീൻ പറയുന്ന ആളും ദുആ ഇറക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുറേ ആളുകൾ, ഒരാൾ വരക്കല്ലേ, ഇത്രയും ആളുകൾ വരക്കല്ലേ, അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
നമുക്ക് ഒരു ചൂടുവെള്ളം, ഒരു കട്ടൻ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഒരു ചായയോ പായസം തന്നെ. ഇനി എന്നും പായസം കുടിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റട്ടോ അല്ലേ? ഉസ്മാനെ മാറ്റണം തോന്നുന്നുണ്ടല്ലേ? നമുക്ക് വേറെ എന്തേ? ഇവിടെ നവാസ്ക എവിടെ പോയി? മീറ്റിംഗ് ഉണ്ട് അല്ലേ? നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എന്നും ബിരിയാണി കൊടുത്താൽ ശരിയാവില്ലല്ലോ, മാറ്റി പിടിക്കുക. എത്തിങ്ങാനിലൊക്കെ പ്രശ്നം അതാ നാട്ടിൽ. ബിരിയാണി കൊണ്ട് കുട്ടികൾക്ക് മടുത്തിരിക്കുക. സാമ്പാറും ചോറും കിട്ടുമോ എന്തെങ്കിലും ചോദിക്കുന്ന. അപ്പോൾ എന്നതുപോലെ ആവട്ടെ ഇൻഷാ അല്ലാഹ്. അത് മുഅ്മിനീങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാനും ഒരു റിഫ്രഷ്മെൻറ്റ് നിയ്യത്ത് ചെയ്യാം. അല്ലാഹു തആല കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സമദുക്കുണ്ട്, അവരുടെ മകൻ്റെ വിവാഹം ശരിയായി വരുന്നു, റാഹത്തിലാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. സമദുക്ക് ഇവിടെ ഉണ്ടോ? നമ്മളിവിടെ ഉംറക്ക് വന്നിരുന്നു കുറേ കാലം മുമ്പ്. ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള സമദുക്കല്ലേ അത്? അപ്പോൾ ما من قوم جلسوا مجلسا وتفرقوا منه لم يذكروا الله فيه إلا كأنما تفرقوا عن جيفة حمار وكان عليهم حسرة يوم القيامة. رسول الله صلى الله عليه وسلم പറയാണ്, നമ്മൾ വണ്ടി കയറിയാലും നമ്മുടെ മജ്ലിസിലും നമ്മൾ ഇരിക്കുന്നിടത്തുമൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു വാക്ക് വരണം. അങ്ങനെയാണ്. മാ മിൻ ഖൗമിൻ ജലസൂ മജ്ലിസൻ. ഇത് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകൾ ജലസൂ മജ്ലിസൻ, ഒരു മജ്ലിസിലിരുന്നു. അതിപ്പോൾ ഒരു റിസോർട്ട് പോയിരുന്നാലും അത് പറ്റും. ഒരു ഹാൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി, നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു പാർക്കിൽ കൂടി ഒരു ബീച്ചിൽ അസംബിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കുടുംബ സംഗമം, നാട്ടുകാരുടെ സംഗമം നടത്താമെന്ന് വിചാരിച്ചു. എവിടെയോ ആകട്ടെ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി. വതഫറഖൂ മിൻഹു. അവർ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ചിരിയും വർത്താനം, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും സെൽഫിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. ലം യദ്കുറുല്ലാഹ ഫീഹ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സംഗതിയും അവിടെ നടന്നിട്ടില്ല എങ്കിൽ, ഒരാളെങ്കിലും മക്കളെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണ്ടേ, നമുക്കൊന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കല്ലേ എന്നുപോലും അവിടെ പറയപ്പെട്ടിട്ടില്ല. അവിടെ എന്തൊക്കെയോ പാട്ടും അതും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരും അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നൊരു വർത്തമാനം അവിടെ പറഞ്ഞിട്ടില്ല. അതൊരു 2 മിനിറ്റെങ്കിലും മതി, മിനിമം നമ്മൾ നിസ്കരിക്കണ്ടേന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങല്ലേ, ഒന്ന് ഫാത്തിഹ വിളിച്ച് തുടങ്ങാം. അതൊരു ബറക്കത്താണ്. നമ്മുടെ എല്ലാ സംഘടനകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മ ഏത് പരിപാടി തുടങ്ങുകയാണെങ്കിലും ഒരു ഫാത്തിഹ വിളിച്ച് തുടങ്ങും. അത് രാഷ്ട്രീയ കൂട്ടായ്മയാണെങ്കിലും സാംസ്കാരിക മഹല്ല് സംഘടനയാണെങ്കിലും മതസംഘടനയാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫാത്തിഹയും 3 ഖുൽ ഹു അല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്നുണ്ട്. ധാരാളം, അത് മതി. അതുപോലുമില്ലാതെ എന്നാൽ പിരിയല്ലേ, നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയാം. 3 സ്വലാത്ത് ചൊല്ലാൻ പിരിയുമ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ എന്നാൽ പിരിയാണ്. നന്ദി പറയുമ്പോൾ അവസാനം അതാ പറയാം, 3 സ്വലാത്തോടുകൂടെ ഈ പരിപാടി പിരിച്ചുവിട്ടതായി. ഇത് പിരിച്ചുവിട്ടില്ല കേട്ടോ, ഉദാഹരണം എന്ന് പറയുമ്പോൾ അവിടെ മുത്തനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമ്മൾ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കപ്പെട്ടു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, തങ്ങളുടെ പേര് ഉച്ചരിക്കപ്പെട്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദിക്റോ ഒരു സ്വലാത്തോ ഒരു നിസ്കാരോ ഒരു ജമാഅത്തോ ഒരു സ്വാഗതം പറയുന്ന ആൾ പോലും അള്ളാഹിനെ കുറിച്ചോ പറയാതെയാണ് ആ കുടുംബസംഗമം അല്ലെങ്കിൽ ആ കൂട്ടായ്മ, ആ ഒത്തുചേരൽ, ആ പ്രതിഷേധ പ്രകടനം അവിടെ കഴിഞ്ഞു പോയതെങ്കിൽ ഇല്ലാ കഅന്നമാ തഫറഖു അൻ ജീഫതി ഹിമാരിൻ അഅസകുമുല്ലാഹ്. പുണ്യനബി തങ്ങൾ പറയാണ്, ചത്തുപോയ ഒരു കഴുത ദിവസങ്ങളായി നാറുന്ന അതിൻ്റെ ഡെഡ് ബോഡിയുടെ ദുർഗന്ധത്തിൻ്റെ അരികത്ത് നിന്ന് അവർ എണീറ്റ് പോയ പോലെയാണത്. വകാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമ. ഇത്രമേൽ ആളുകളുണ്ടായിട്ട് അള്ളാഹുവിനെ കുറിച്ചൊരു സെക്കൻഡ് പോലും ഓർക്കാൻ അവർക്ക് കഴിയാതെ പോയത് നാളെ പരലോകത്ത് ഈ യോഗത്തെക്കുറിച്ച് വിസ്തരിക്കപ്പെടുമ്പോൾ അവർക്ക് സങ്കടത്തിന് കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മിനിമം ഏതൊരു കൂട്ടായ്മ ഫാത്തിഹ വെച്ചിട്ട് ദ്വാരം, ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദ് അപ്പം തന്നെ പോയിക്കോട്ടെ. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, നിക്കാഹിന് ഉസ്താദ്മാരും തങ്ങന്മാരൊക്കെ ഉണ്ടാവും. ആണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ നടക്കണമെന്നും കാണാൻ പറ്റൂല, കേൾക്കാനും. പിന്നെ വല്ല വാട്സപ്പിലോ കാണാം, അവിടെയാണ് ഈ കൂത്താട്ടൊക്കെ നടന്നത്. അങ്ങനെ ആയിപ്പോണ്ട, അത് കാപ്പട്യമാണ്. ഇല്ലാ കാന ഹസ്റതൻ യൗമൽ ഖിയാമ, അത് സങ്കടത്തിന് കാരണമാകും. അള്ളാഹുവിനെ അവിടെ ഓർക്കണമെന്നാണ്. ആളുകൾ കൂടുന്നിടത്ത് അള്ളാഹു തആലയെ കുറിച്ച് പറയപ്പെടണം. ഇദാ ദഖല റജുലു ബൈതഹു ഫദഖറല്ലാഹ്
ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഇൻദ ദുഖൂലിഹി, ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചു. നിങ്ങൾ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്, നമ്മൾ ജോയിൻ്റായിട്ട് കൂട്ടായിട്ട് താമസിക്കുന്ന നമ്മൾ ബാച്ചിലേഴ്സ് റൂമാണെന്ന് വിചാരിക്കുക, നമ്മൾ വീടാന്ന് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് എന്തോ ആകട്ടെ, നമ്മൾ കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് കയറി ചെല്ലുന്നു. മിനിമം റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഒന്നുകിൽ അങ്ങനെ പറയാം, ഇല്ലേ ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഖറജിന വഅലാ റബ്ബിന തവക്കൽന. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതാ പറയണം. അതൊന്നും അറിയില്ല, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഇത് പറഞ്ഞിട്ട് ഡോർ ഓർക്കുക, അല്ലെങ്കിൽ ബെല്ലടിക്കുക, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, പടച്ചോനെ കുറിച്ച് ഉച്ചരിക്കപ്പെടുക, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി സുരക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് എത്തിയല്ലോ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. അങ്ങനെ ഓർത്തുകൊണ്ടാണ് ഇൻദ ദുഖൂലിഹി വീട്ടിൽ കയറുന്നതെങ്കിൽ, അത് കഴിയുമ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു ചായ എടുക്കട്ടെ എന്ന് വീട്ടുകാർ ചോദിക്കും, നമ്മൾ ചായ കുടിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മതി എന്ന് പറയും. സലാം പറഞ്ഞാൽ മതി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹിൻ്റെ പേര് വന്നില്ലേ. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് കയറുന്നു. വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയണം, ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അല്ലെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നു. കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെയോ വീട്ടിൽ കയറുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെയോ ആണ് നിങ്ങൾ കയറി ചെല്ലുന്നതെങ്കിൽ പ്രശ്നമാണ്. വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടോ ദിക്ർ ചൊല്ലിയിട്ടോ കയറുകയും, ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലി ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഖാല ശൈത്വാൻ, പിശാച് പറയും, ലാ മബീത ലക്കും വലാ അശാ, എൻ്റെ ശൈത്താൻ കുട്ടികളെ നിങ്ങൾ ആർക്കും ഈ വീട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യാൻ പറ്റൂല കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവുമില്ല, അവിടെ വേറെ വീട് കിട്ടുമോ നോക്കി എന്ന് പറയുന്ന ഒരു ശൈത്താൻ ആ വീട്ടിലേക്ക് പിന്നെ കയറൂല. കാരണം അവർക്ക് അവിടെ കഴിക്കാനുള്ള ഭക്ഷണം പിന്നെ കിട്ടും. ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ പിശാച് തൊടൂല എന്നാണ്. ബിസ്മി ചൊല്ലി കയറുന്ന വീട്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് കയറുകയാണെങ്കിൽ ആ വീട്ടിൽ പിശാച് കയറില്ല. ലാ മബീത ലക്കും വലാ അശാ. ഇനി വീട്ടിൽ കയറുമ്പോൾ ചൊല്ലിയില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലാതെയാണ്, ഖാല ശൈത്വാനു, പിശാച് പറയും, ആര് ഇബ്ലീസ് പറയും അവൻ്റെ കൂടെയുള്ള ശൈത്താന്മാരോട്, അദ്റക്തുമുൽ മബീത്, ഇന്ന് സ്റ്റേ ഫ്രീ ആട്ടോ, ഇന്ന് നിങ്ങൾക്ക് സ്റ്റേ ഉണ്ട്, ഫ്രീ ആണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ചൊല്ലിയിട്ടില്ല. അപ്പോൾ പറയും ഇന്ന് ഡിന്നറും ഫ്രീ ആണ്, ഇതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ഡിന്നറും ഉണ്ട്. അദ്റക്തുമുൽ മബീത വൽ അശാ എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നമ്മുടെ ഭക്ഷണം പിശാചിന് കൊടുക്കുന്നത്? കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ വലഖദ് മനന്നാ അലൈക മർറതൻ ഉഖ്റാ. അല്ലാഹുവേ, നിന്നെ ധാരാളം ഓർക്കാൻ വേണ്ടിയാണ് റബ്ബേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറഞ്ഞ സൂറത്തിന് തഫ്സീർ ചെയ്തപ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. 6 ആയത്തുകളാണ്. ഖുൽ അഊദു ബിൽ ഫലഖിൽ 5 ആയത്തുകളാണ്. 5 + 6 11. റസൂലുള്ളാഹി തങ്ങൾക്ക് 11 കെട്ടുകൾ ഇട്ടുകൊണ്ട് സിഹർ ചെയ്ത ആ സിഹറിൻ്റെ കെട്ടുകൾ അഴിയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ ആയത്ത് മോതുമ്പോൾ ആ സിഹറിൻ്റെ കെട്ടുകൾ, ആ ഈത്തപ്പഴത്തിൻ്റെ കുലയിൽ കെട്ടിവെച്ചിരുന്ന ആണിയടിച്ചിരുന്ന 11 കെട്ടുകളിൽ ഓരോന്നും ഈ ആയത്ത് അവതരിച്ചപ്പോൾ അഴിഞ്ഞുകൊണ്ടിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ കണ്ടതാണ്. അപ്പോൾ സിഹറിൻ്റെ കെട്ടഴിയാൻ അത്രയും പവർഫുള്ളാണത്. ഖുർആൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് ഓതുന്ന ആൾക്കനുസരിച്ചാണ് അതിൻ്റെ പവർ. അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഓതുന്ന ആൾക്കനുസരിച്ചാണ് അതിൻ്റെ പവർ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഫാത്തിഹ ഓതിയിട്ട് പാരലൈസ് ആയി കിടക്കുന്ന മനുഷ്യൻ എണീറ്റ് കിടന്ന് ജുമയ്ക്ക് വന്നിട്ടുണ്ടെന്നാ. ഒറ്റ ഫാത്തിഹ ഓതിയിട്ടുള്ളൂന്നാ. ഉമർ തങ്ങൾ വഫാത്തായപ്പോൾ ഈ മനുഷ്യൻ പഴയ പോലെ രോഗിയായി. അങ്ങനെ സ്വഹാബികളൊക്കെ ഒന്ന് ഫാത്തിഹ ഓതി കൊടുത്തു, പിന്നെ എണീക്കാൻ പറ്റിയിട്ടില്ല. അത് ഉമർ തങ്ങൾ VIP ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തൊരു കറാമത്താണ്. സ്വഹാബികൾ മോശക്കാരായതുകൊണ്ടല്ല, സ്വഹാബികൾക്കിടയിൽ ഉമർ തങ്ങളുടെ മഹത്വം വലുതാണ് എന്ന് കാണിക്കല അള്ളാഹുവിൻ്റെ ലക്ഷ്യം അവിടെ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, തിൽക്കൽ ഫാത്തിഹ, ഉമർ എന്നവർ ഓതിയ ആ ഒരു ഫാത്തിഹൻ്റെ പവറൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.
എന്ന് വിചാരിച്ചപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും മോശക്കാർ, അങ്ങനെ നമ്മൾക്കിടയിൽ നമ്മളെക്കാളും VIP കളായ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് ഈ കാലഘട്ടത്തിനിടയിൽ നമുക്ക് പറ്റുന്ന ഔലിയാക്കന്മാർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിയണമെന്നില്ല. അള്ളാഹുവിൻ്റെ VIP കളായ ആളുകൾ എന്നുമുണ്ട്. അപ്പോൾ ആ ആളുകളെ നമ്മൾ കണ്ടെത്തി അവരൊന്ന് ദുആ ചെയ്യിപ്പിക്കുക, അവരോടൊന്ന് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക. അവിടെ കിട്ടുന്നൊരു, നമ്മൾ പറയുമ്പോൾ സിഹറിൽ ബുദ്ധിമുട്ട് പ്രയാസമുള്ള ആളുകൾ, ഞാൻ അൽ ബഖറ എന്നും വീട്ടിൽ ഓതുന്നുണ്ട്, ഞാൻ എന്നും യാസീൻ ഓതുന്നുണ്ട്, എപ്പോഴും ദിക്റിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഒരു ആലിമായ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ഒരു യഥാർത്ഥ പണ്ഡിതനായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൽബിലൂടെ കയറിയിറങ്ങുന്ന പോലെ അള്ളാഹുവിൻ്റെ അളമത്ത് ഒരു സാധാരണക്കാരന് കിട്ടൂല. നോർമലാണ്, അവർ പഠിച്ചിട്ടില്ലല്ലോ. ഒരു ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ എന്താണ് ഈ പറയുന്നത്, നമ്മൾ നാവുകൊണ്ട് ആരും കേൾക്കാതെ മെല്ലെ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ അർശിൽ തട്ടുന്നുണ്ട് എന്നൊക്കെ ബോധിക്കണമെങ്കിൽ ഇൽമു വേണം. അതുകൊണ്ടാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയാൻ കാരണം. ഇൽമു ദീനിൻ്റെ ജീവനാണ്, ദീനിൻ്റെ ജീവനാണ് ഇൽമ് എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ അസാസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ചില ആളുകൾ അത്തരം ആലിമീങ്ങളെ സമീപിക്കുമ്പോൾ അവർ ചൊല്ലുന്ന ഒരു ദിക്ർ കൊണ്ട് ഭയങ്കരമായ പവറുണ്ടാവും, വല്ലാത്ത മഹത്വം ഉണ്ടാവും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന ഹിദായത്താണിത്. അത് വലിയൊരു മനോഹരമാണ്. ഖുർആൻ്റെ ഫാത്തിഹ എടുത്ത് നോക്കുക, ഖുൽ റബ്ബിന്നാസ് അവസാനത്തേതും അവ്വലും ആഖിറും വല്ലാത്ത ബന്ധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാമയനായ അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനി റഹീം, അങ്ങനെയല്ലേ? റഹ്മാനു റഹീം എന്നല്ലല്ലോ. ചില ആളുകൾ ഓതുമ്പോൾ റഹ്മാനു എന്നിട്ട് പറയുന്നുണ്ടോ തോന്നിപ്പോവും. അങ്ങനെ പറഞ്ഞ് ശീലിച്ച് തെറ്റ് ശീലിച്ചു പോയാൽ അങ്ങനെ ആയിപ്പോവും. അർ റഹ്മാനി റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണമേ, നേരായ മാർഗം കാണിച്ചു തരണമേ എന്ന് പറയാണ്. എന്നിട്ടാണ് സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത്. വലല്ലാഹി വരെ ഓതിട്ട് സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഈ കിതാബ് ഹുദയാണ്. ഇതിൽ ഇഹ്ദിന എന്നല്ലേ ചോദിച്ചത്, അതിൻ്റെ ഉത്തരം ഇതാണ്, ഹുദൻ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗദർശനമാണ്. ആരാ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. എന്നിട്ട് അല്ലാഹു തആല മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നു, അവിശ്വാസികളെക്കുറിച്ച് പറയുന്നു, വിശ്വാസികളെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, ആദം നബിയുടെ തുടക്കത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ സൂറത്തുൽ ബഖറ മനോഹരമാണ്, അവ്വൽ ആഖിർ വരെ. അത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് ആരംഭിക്കുന്നു, സൂറത്ത് ആൽ ഇംറാൻ, സൂറത്തുൻ നിസാ, അങ്ങനെ പോയി ലാസ്റ്റ് എത്തി ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ റബ്ബേ ഇനി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. സൂറത്ത് ഫാത്തിഹ ഒരു ദുആയാണ്, സൂറത്തുൻ നാസ് ഒരു ദുആയാണ്. അല്ലാഹു നിന്നോട് കാവൽ ചോദിക്കുകയാണ്. റബ്ബിന്നാസ്, ജനങ്ങളെ വളർത്തുന്നവൻ നീയാണ്. റബ്ബ് തർബിയത്ത് ചെയ്യുന്നത് നീയാണ്. മലിക്കിന്നാസ്, തർബിയത്ത് ചെയ്യുന്ന ചെറിയ മക്കളെ, അപ്പോൾ മനുഷ്യരിലെ കുട്ടികളെ ഉദ്ദേശിക്കുന്ന സ്ഥലമാണെന്ന. കുട്ടികൾക്ക് അല്ലാഹു റുബൂബിയത്ത്, അല്ലാഹ് എല്ലാവർക്കും റബ്ബാണ്, പക്ഷെ പരിപാലിക്കുക എന്നത് യൗവനത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രശ്നമാണ്. പിന്നെ മലിക്കിന്നാസ്, അല്ലാഹു രാജാവാണ്. ആരോഗ്യം യൗവനം കണ്ട് വരുമ്പോൾ, മസിലക്കണ് വരുമ്പോഴേ ഞാൻ എന്തിനും പോന്നവനാണെന്ന തോന്നൽ വരുമ്പോൾ അവരടക്കി ഭരിക്കാൻ ഒരു രാജാവ് വേണം. അല്ലാഹു മലിക്കാണ്. പിന്നെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എന്തായാലും ആൾക്കാർ ഇബാദത്തിലേക്ക് വരും. ഞാൻ ഹജ്ജ് ഉംറക്കൊന്ന് ചെയ്യട്ടെ എന്ന് തോന്നും. ഇലാഹിന്നാസ്, അള്ളാഹു ജനങ്ങളുടെ ആരാധ്യനാണ്. അപ്പം 3 നാസ് എന്ന് പറഞ്ഞെങ്കിലും മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെ അത് സൂചിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ഹിക്മത്ത്. ആദ്യത്തെ നാസ് കുട്ടികൾ, ചെറുപ്പക്കാർ. രണ്ടാമത്തെ നാസ് യൗവനം പൂർത്തിയായവർ. മൂന്നാമത്തെ നാസ് വാർദ്ധക്യത്തിലേക്ക് എത്തിയവർ. അങ്ങനെ ആയത്തുകളുടെ ഹിക്മത്തിനെ കുറിച്ച് ആലിമീങ്ങൾ പറയാറുണ്ട്. മൊത്തത്തിൽ മനുഷ്യർ തന്നെയാണ് ഉദ്ദേശം. എല്ലാവർക്കും അല്ലാഹ് റബ്ബാണ്, എല്ലാവർക്കും അല്ലാഹു തആല മലിക്കാണ്, എല്ലാവർക്കും അല്ലാഹു ഇലാഹാണ്. ഇലാഹിന്നാസ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തുകയാണ്. അല്ലാഹു നീ റബ്ബാൻ, നീ ഇലാഹാൻ, നീ മലിക്കാണ്, നീ ഇലാഹാൻ. ഇനി പറയാം, നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാൻ റഹീം ആദ്യം പറഞ്ഞു, മാലികി യൗമിദ്ദീൻ, നീ മാലിക്കാണ് റബ്ബേ.
നീ മാലിക്കാണ്. മാലിക് ഇപ്പുറത്ത് മലിക്കാണ്, നീ രാജാവാണ്, ഉടമസ്ഥനാണ്, രാജാവാണ്. റബ്ബുൽ ആലമീൻ, റബ്ബിന്നാസ്, നീ റഹ്മാനും റഹീമുമാണ്. അതായത് നാല് വാക്കുകളാണ് വന്നത്. അങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴും അതിന് മുമ്പും ശേഷമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ധാരാളം വേണം. ഈ 3 സിഫത്തുകൾ ആദ്യം പറഞ്ഞു, അതേപോലെ 3 സിഫത്ത് അവസാനം പറഞ്ഞു. റബ്ബാണ്, മലിക്കാണ്, ഇലാഹാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, രണ്ടും റഹ്മത്താണ്. അർ-റഹ്മാനിർ റഹീം, മാലിക്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. പിന്നെ വേറെ ഇസ്മോടെ പറയുന്നില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്ത്. അല്ലാഹുവിൻ്റെ ഇസ്മ വേറെ 3 ഇസ്മുകളാ ശരിക്ക്. റഹ്മാനും റഹീമും റഹ്മത്ത് എന്ന ഒരൊറ്റ ധാതുവിൽ നിന്നാണ്. 3 ഇസ്മ അവൽ ഫാത്തിഹയിൽ പറഞ്ഞു, 3 ഇസ്മുകൾ അവസാനം പറഞ്ഞു. ഖുൽ നഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. ഫാത്തിഹയിൽ ഈ 3 ഇസ്മും പറഞ്ഞിട്ട് ഇഹ്ദിന, ഞങ്ങൾക്ക് കാവൽ നൽകണമേ, റബ്ബിനോട് ചോദിച്ചു. ഇവിടെ ഈ 3 ഇസ്മും പറഞ്ഞ് അള്ളാഹിനോട് കാവൽ ചോദിക്കുക, ഞങ്ങൾക്ക് കാത്തു തരയണമേ. എന്തിനെ കാക്കണം? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസുൽ ഖന്നാസായ പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന്, ഖന്നാസായ പിശാചിൻ്റെ വസ്വാസിൽ നിന്ന്, ദുർബോധനത്തിൽ നിന്ന് കാവൽ നൽകണമേ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാൻ അവൻ വരും. അപ്പോൾ ഇസ്ലാം ഇന്നതാണ്, അള്ളാഹുവിൻ്റെ ഹുക്കുമുകളും ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളും ഇന്നതാണെന്ന് ഫാത്തിഹ മുതൽ മുഴുവൻ പഠിച്ച് ഖുൽഅർബ് ഫലക്ക് ഓതിയിട്ട് അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും മനസ്സിലായി എന്താണ് ഹിദായത്ത്. ഖുർആൻ മുഴുവൻ പഠിച്ചു, എന്നാലും ഇടയ്ക്ക് ഇബ്ലീസ് കയറിയിട്ട് കുരുത്തക്കേട് ചിന്തിപ്പിക്കും. അള്ളാഹുവേ, മിനൽ ജിന്നത്തി വന്നാസ്, ദുർബോധനം ചെയ്യാൻ കുറച്ച് മനുഷ്യരുണ്ടാവും, കുറച്ച് ജിന്നുകളുണ്ടാവും. 2 മനുഷ്യരിലും ജിന്നുകളിലും ഉള്ള പിശാചുക്കളുണ്ടാവും. ആ പിശാചുക്കളുടെ ദുർബോധനത്തിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ, എന്നാലേ എനിക്ക് ഹിദായത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഹിദായത്ത് ചോദിച്ചങ്ങോട്ട് പോയിട്ട് കീശിട്ട് പോകാൻ കഴിയില്ല. ഇത് എടുത്തു കൊണ്ടുപോകാൻ പിശാച് വരും. അള്ളാഹുവേ, അവൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാതിരിക്കണമേ എന്ന് കാവൽ ചോദിച്ചിട്ടാണ് ഖുർആൻ അവസാനിക്കേണ്ടത്. എൻ്റെ ഭംഗി നോക്കണം. കിട്ടണേ വേണേ എന്ന് ചോദിച്ചു, ഇനി കൊണ്ടുപോകാതെ റബ്ബേ, തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ അവസരം ഉണ്ടാവരുതേ, ഇതെനിക്ക് കിട്ടണം, പിശാചിൻ്റെ ദുർബോധനം എനിക്കുണ്ടാവരുതേ. മിനൽ ജിന്നത്തി വന്നാസ്. ബിസ്മി കൊണ്ട് തുടങ്ങി സീന് കൊണ്ട് അവസാനിക്കുകയാണ്. ബസ് എന്ന് അറബി പറഞ്ഞാൽ മദീന, ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്, ഇത് മദീന, ബസ്. 2 അക്ഷരങ്ങളെയും സൂചിപ്പിക്കും. അങ്ങനെ ഒരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിൽ അല്ലദീ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖനസ എന്ന് പറഞ്ഞാൽ, സമയം നേരം വൈകിയോ? 5 മിനിറ്റും കൂടെ. ഖനസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തലതാഴ്ത്തി ഓടുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന ആയത്തിന് ഖുർആൻ മുഫസ്സിരീങ്ങളുടെ നേതാവും തങ്ങളുടെ എളാപ്പയുടെ മകനുമായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹ് എന്നവരും സഹാബിയാണ്, ബാപ്പ അബ്ബാസ് എന്നവരും സഹാബി. അപ്പം എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമ. മഹാനവറുകൾ കൊടുത്ത മറുപടി, അശ്ശൈത്വാനു ജാഥിമുൻ അലാ ഖൽബി ഇബ്നി ആദം. ഇത് ഹദീസല്ല, ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയാൻ. അശ്ശൈത്വാനു ജാഥിമുൻ അലാ ഖൽബി ഇബ്നി ആദം, പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മേൽ അവൻ്റെ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ അടക്കിപ്പിടിച്ച് ഹൃദയത്തെ അടക്കിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര ദിക്ർ ചൊല്ലുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാലും പിശാചിൻ്റെ വലിയ ഒരു ക്ലച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലുണ്ട്. ഫഇദാ സഹാ വഗഫല വസ്വസ്, അള്ളാഹുവിനെ മറക്കുകയും അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധമാവുകയും ചെയ്താൽ വേണ്ടാത്ത ചിന്തകൾ കൽബിലേക്ക് വരും. അപ്പോൾ ഏതെങ്കിലും യുക്തിവാദിൻ്റെ ക്ലിപ്പ് കിട്ടും, ഏതെങ്കിലും ഒരാളുടെ ഒരു കുസൃതി ചോദ്യം, അതിന് ഉത്തരം കിട്ടൂല, അപ്പം പ്രയാസപ്പെട്ടു. ഖനസ്, അവന് വസ്വാസ് വരും. എന്നാൽ വഇദാ ദഖറല്ലാഹ, ആ മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, ദിക്ർ ചൊല്ലിയാൽ ഖനസ, അവൻ തലതാഴ്ത്തി ഓടും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വസ്വാസിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. ദിക്ർ ചൊല്ലിയാലാണ് ആ അശ്രദ്ധ ഒഴിവാവുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് പോലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ ഓർക്കുകയും അങ്ങനെ അവർ കണ്ണു തുറക്കുകയും ചെയ്യും.
ഇന്ന് പരിശുദ്ധ ഖുർആൻ കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി ഒറ്റ ഹദീസ്, അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം 1000 നന്മകൾ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് നന്മ ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? 1000 നന്മകൾ, 1000 ഹസനത്ത്, 100 അല്ല. അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. 1000 ഹസനത്ത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? 1000 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, കൈഫ യക്സിബു അഹദുന, എങ്ങനെ നബി 1000 എന്ന് ചോദിച്ചു. കൈഫ യക്സിബു അഹദുന അൽഫ ഹസന? ഖാൽ യുസബ്ബിഹു 100 തസ്ബീഹ, ഒരു 100 സുബ്ഹാനല്ലാഹ്. 100നെ അള്ളാഹു പൂജിച്ചിട്ട് എന്ത് ചെയ്യും? 10 ഇരട്ടി, ഓരോന്നിനും 10 ഇരട്ടി കൊടുത്താൽ 100 എന്താവും? 1000 മാറും. അങ്ങനെ ഫയുക്തബു ലഹു അൽഫു ഹസന, 1000 നന്മകൾ രേഖപ്പെടുത്തുകയും ഔ യുഹത്തു അൻഹു അൽഫു ഖതീഅ, ഇനി അത്ര ആ മനുഷ്യർ തെറ്റുകളുണ്ടെങ്കിൽ 1000 ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ അള്ളാഹു തആലക്ക് ഒരു പ്രശ്നമില്ല. മനുഷ്യന്മാരെ പുറത്തു കൊടുത്തില്ലാന്ന് വരും. അള്ളാഹു തആല ഒളു കൊടുത്താൽ പുറത്തു കൊടുക്കും, തസ്ബീഹ് ചൊല്ലിയാൽ പുറത്തു കൊടുക്കും, സ്വതക്ക ചെയ്താൽ പുറത്തു കൊടുക്കും. വലിയ വൻപാപങ്ങൾ മാത്രമേ ബാക്കിയാവുള്ളൂ. അത് തൗബ ചെയ്താൽ അതും അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും 1000 ഹസനത്തും നമുക്ക് ലഭിക്കുകയും 1000 തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്ത് നൽകുകയും ചെയ്യും. അതാണ് കൈ നുസബ്ബിഹക കസീറാ, ഒരുപാട് നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ ആഗ്രഹമുണ്ട് റബ്ബേ, അതുകൊണ്ട് ഹാറൂനെയും നബിയാക്കണമേ. വനദ്കുറക കസീറാ, നിന്നെ ധാരാളം ഓർക്കുകയും ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസ്, ഇന്നത്തെ ഹദീസ് 3 ഹദീസുകൾ നമ്മൾ പഠിക്കാൻ. ആ ഹദീസിൻ്റെ പ്രിൻ്റ് കിട്ടിയിരുന്നല്ലോ, എല്ലാവരും പഠിക്കുന്നില്ലേ? സമയം ഉണ്ടാവലുണ്ടോ? അതുകൊണ്ട് കാര്യമൊന്നുമില്ലെങ്കിൽ പിന്നെ നിർത്തിവെക്കുക. വെറുതെ 3 ഹദീസ് പറഞ്ഞ് ഇവിടെ ഒരു ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. ഞാൻ ആര് പഠിച്ചില്ലെങ്കിലും മൊമ്മഞ്ഞ് പഠിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അൽഫിയ എന്ന് പറഞ്ഞ കിതാബ് എഴുതിയ അതിൻ്റെ സാഹിബുൽ അൽഫിയ, വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൽ ലനാ വറജുലും മിനൽ കിറാമി ഇൻദന എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ട്. മാലിക് എന്നവർ നഹ്വിയ മറ്റേ മാലിക് ഇമാമല്ല. അപ്പോൾ പറഞ്ഞു, വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൽ ലനാ, ഒരു നഹ്വിൻ്റെ അറബി ഗ്രാമറിൻ്റെ ഉദാഹരണം പറയാണത്. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ മൂപ്പര് പറയണത്, മൂപ്പര ദർസിൽ അങ്ങനെ കുറേ കുട്ടികളൊന്നുമില്ല, നിങ്ങളിൽ ഇൽമ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നന്നായേനെ. വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൽ ലനാ വറജുലും മിനൽ കിറാമി ഇൻദന, എന്നാൽ മഹത്വമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. കുറേ ശിഷ്യന്മാരൊന്നുമില്ല, എല്ലാ ദർസിലും ഇപ്പോൾ 100 കുട്ടികളൊന്നും ഉണ്ടാവില്ല. ചില ദർസിൽ 10 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 10 എൻ്റെ അടുത്ത് ഒരാളുണ്ട് എന്ന് പറഞ്ഞത് ഇമാം നവവി തങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറയാറുണ്ട് അലിമീങ്ങൾ അതിനെക്കുറിച്ച്. അല്ലാഹു അലം. ഒരു മുത്തഅല്ലിം എനിക്കുണ്ട്, കുറേയൊന്നും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരാളാണെങ്കിലും മതി, ഒരാൾ പഠിച്ചാലും മതി എന്ന് പറയാം. ഓക്കെ, ബിസ്മില്ലാ. അപ്പോൾ എന്തിനാപ്പോൾ ഒക്കെ പറഞ്ഞത്? മൊമ്മഞ്ഞ് പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലേ? ഓക്കെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അമാ യഖ്ശല്ലദീ യർഫഉ റഅസഹു قبل الإمام أن يحول الله رأسه رأس حمار متفق عليه. أما يخشى الذي يرفع رأسه قبل الإمام, ഇമാം റുകൂഇൽ നിന്ന് തലപൊക്കുന്നതിൻ്റെ മുമ്പ്, ഇമാമിൻ്റെ മുമ്പ് തലപൊക്കുന്ന ആൾ പേടിക്കുന്നില്ലയോ? ഇമാമ് അല്ലാഹു അക്ബർ അതിൻ്റെ മുമ്പ് തലപൊക്കി പോവുക, ഇമാമ് സുജൂദിന് തലപൊക്കി. കുട്ടികളിപ്പോൾ അങ്ങനെ ചെയ്യും, അത് ഭയങ്കര രസം. എല്ലാവരും സുജൂദ് കിടക്കുന്ന രംഗം കാണാൻ. അപ്പോൾ അവരിടക്ക് എണീറ്റ് നോക്കുകയൊക്കെ ചെയ്യും, അവിടെ തന്നെ കിടക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ ആ പ്രായത്തിൽ പല കുസൃതിയും കാണിച്ചേക്കും. പ്രായപൂർത്തിയും ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയാതെ തല ഉയർത്തുകയോ,
അങ്ങനെ ഇമാമിൻ്റെ മുമ്പ് തലപൊക്കുകയാണെങ്കിൽ ഹിമാരിൻ, അവരുടെ തലയെ അള്ളാഹു ഒരു കഴുതയുടെ തലയാക്കി മാറ്റുമോ എന്ന് അവർ പേടിക്കുന്നില്ലയോ? കാരണം ഇമാമിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. 27 ഇരട്ടി കൂലിയാണ്. ആ കൂലി തരുമ്പോൾ അതിനനുസരിച്ച് ചില ഡിസിപ്ലിൻ പാലിക്കേണ്ടി വരും അവിടെ. അപ്പോൾ ഇമാമിൻ്റെ മുമ്പ് തലവെക്കാൻ പാടില്ല. അങ്ങനെ തലഞ്ഞ് ഹിമാറിൻ്റെ തലയെ പോകുന്ന വെച്ചിട്ട് ജമാഅത്തിന് പോകാതിരിക്കണ്ട. ജമാഅത്തിന് പോകുമ്പോൾ അതിനെ മര്യാദ പാലിക്കണം എന്നായി പറയുന്നത്. ഇമാം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിന് മേലോട്ട് ഇങ്ങനെ നോക്കുന്ന ആളുകളുടെ കണ്ണ് അല്ലാഹു എടുത്തു കൊണ്ടുപോകും എന്ന് ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരു താക്കീതാണ്. കണ്ണോട്ടന്മാരാവുന്നൊന്നും അതിനർത്ഥമല്ല, പക്ഷേ അത് തങ്ങൾ നൽകുന്ന ഒരു താക്കീതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്നും വരാം. പക്ഷേ അത് നിസ്കരിക്കുമ്പോൾ മേലോട്ട് നോക്കരുത് എന്നതിനർത്ഥം. നിസ്കരിക്കുമ്പോൾ അറിയാതെ എന്ത് ചെയ്യും? മേലോട്ട് നോക്കി പോകും. നിസ്കരിക്കുമ്പോൾ താഴേക്ക് നോക്കണം എന്നാണ് ശരിക്ക്. നമ്മളിപ്പോൾ പല ഇമാമിങ്ങളുടെ ഖിറാത്തൊക്കെ ഒരു തറാവീഹ് നിൽക്കുമ്പോൾ നല്ല രസമുള്ള ഖിറാത്ത് ഇങ്ങനെ ക്ലിപ്പുകൾ ടിക്ടോക്കിലോ യൂട്യൂബിലോ ഷോർട്ടിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ഇമാമികൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഓതുന്നു, ഭയങ്കര രാഗത്തിൽ ഇങ്ങനെ ഓതുന്നുണ്ടാവും. മൈക്ക് ഇവിടെ ഉണ്ടാവും. ചിലർ മൈക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കും, എന്നിട്ട് റുക്കൂ പോകുമ്പോൾ ഇതിൽ മാറ്റി വെക്കും. കളിയാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല നമസ്കാരത്തിൽ. അല്ലെങ്കിൽ പോകുമ്പോൾ ഇങ്ങനെ തല താഴ്ത്തിയിട്ട് പോവും. മൈക്കമ്മല കളി. ഓതുന്നവർ ഇങ്ങനെ നോക്കിയിട്ട് മേലോട്ട് ക്യാമറ മുഖം നോക്കിയിട്ടാണ് ഓതുന്നത്. ശരിക്കും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്നാണ്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഖിറാത്തിൻ്റെ മത്സരം നടത്തേണ്ട സ്ഥലമല്ല. അത് അള്ളാഹുവിനോട് ഭവ്യതയോടുകൂടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും മെമ്മറിയിലുള്ളതോ. നിസ്കരിക്കുമ്പോൾ മൊബൈൽ നോക്കാൻ പാടില്ല, അറിയോ? മുസാഹിഫ് കൈ പിടിച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ അദബെന്ന് നമുക്ക് ഓർമ്മയുള്ള സൂറത്ത് ഓതിയാൽ മതി. അത് കുലുവല്ലാഹു ഏതാണെങ്കിൽ 1000 കുലുവല്ലാഹു ഓതിക്കോളി. പക്ഷെ എന്ത് ചെയ്യരുത്? മുസാഫ് മറിച്ചിട്ട് ചിലപ്പോൾ പുതിയ അങ്ങനെ കണ്ട ചില കാര്യങ്ങൾ. ചില ആൾക്കാർ രാത്രി ഉമ്മ നിസ്കരിക്കുകയാണ്, അപ്പോൾ ഏതോ ഒരുത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ ഉമ്മ മുസാഫ് പിടിച്ചിട്ട് ഇങ്ങനെ ഓതുക. ഇത് നിസ്കാരമല്ല. നിസ്കാരത്തിൽ നിങ്ങൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. നിസ്കാരത്തിൽ എവിടെയാണോ സുജൂദ് ചെയ്യാൻ പോകുന്നത് ആ നെറ്റി വെക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്, മുമ്പിലുള്ള ആളുടെ കുപ്പായത്തിൻ്റെ മുകളിലേക്കല്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞു മേലോട്ട് കണ്ണു നോക്കി നിന്നാൽ നിങ്ങളുടെ കണ്ണല്ലാഹു എടുത്തുകൊണ്ടുപോകും. ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമിനെ തുടരേണ്ടവരാണ്. അപ്പോൾ ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാം റുക്കുഇലേക്ക് എത്തിയിട്ടേ നമ്മൾ റുക്കുഇലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. ഇമാം സുജൂദിലേക്ക് എത്തിയിട്ടേ നമ്മൾ ഇഅ്തിദാൽ എന്ന സുജൂദിലേക്ക് പോകാൻ പാടുള്ളൂ. ഇമാം ആദ്യം ചെയ്യണം നമ്മൾ. അപ്പോൾ ഇമാമികളെ കുറിച്ച് ഇൽമു വേണം. ഇമാം റുക്കൂ അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞ് റുക്കൂക്ക് വീണാൽ മുഅ്മിനീങ്ങൾ മൊത്തം എത്തി. ഇമാം എത്തുമ്പോഴേക്കും മുഅ്മിനീങ്ങളുടെ തസ്ബീഹ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേ സുജൂദ് എത്താൻ പാടുള്ളൂ. അപ്പോൾ ഇമാം നിൽക്കേണ്ട അദബോ അതിൻ്റെ മസലയോ അറിഞ്ഞില്ലെങ്കിൽ മുഅ്മിനീങ്ങൾ പിഴച്ചു. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഖിയാമിലേക്ക് അല്ലാഹു അക്ബർ നീട്ടി ചൊല്ലേണ്ടത് അങ്ങനെ മുണ്ടാതെ പോന്നിട്ട് മൈക്കൻ്റെ മുന്ന് അല്ലാഹു അക്ബർ, ഇത് റബ്ബെ അത്തഹിയാത്താണോ ഇരുന്നത്, നീച്ച് നിൽക്കുകയാണോ നമുക്കറിയാൻ പറ്റില്ല. പിന്നെ അപ്പുറത്ത് നോക്കേണ്ടി വരും. എല്ലാവരും പൊന്തിക്കണമെങ്കിൽ ഞാനും പൊന്തുകയാണ് അല്ലേ? ശരിക്കും പറയേണ്ടത് എന്താ? ഇമാമ് എവിടെ നിന്നാണോ മൂവ് ചെയ്യുന്നത് അവിടെ നിന്ന് എന്ന് തുടങ്ങി ഇമാമ് ഏത് സ്റ്റാൻഡിലേക്കാണോ വരുന്നത് അവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞ് അവസാനിക്കണം. അത് ഈസിയാണ്. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് ചെല്ലേണ്ടതാണ്. എന്നാൽ അത്തഹിയാത്തിലേക്കാണ് അല്ലാഹു അക്ബർ, അഭിഹരിക്കുന്ന എണീറ്റ് പോയതാണെന്ന് വിചാരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ പൊന്തും, അപ്പോൾ പിടിച്ചിരുത്തും. അത് ഇമാമിങ്ങൾക്ക് ഫിഖ് ഇല്ലാത്തത് കൊണ്ട് എന്നാണ് പറയുക. ഇമാമിങ്ങൾക്ക് അതിൻ്റെ മസല അറിയണം. അവർ ഒരു ഹിഫ്ള് മാത്രം ചെയ്തിട്ടുണ്ടാവും. ചില ഇമാമിങ്ങൾ മസല പഠിച്ചിട്ടുണ്ടാവില്ല, ഫിഖ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മാമുമിങ്ങളൊക്കെ മൈക്ക് മിനിമം ഇമാമിനെ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഇമാമിൻ്റെ നേരം ആക്സസ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ബാക്കിയുള്ളവർ നിസ്കാരമൊക്കെ പിഴക്കൂലേ? അപ്പോൾ ഓരോ ഇന്തിഖാലിൻ്റെ തക്ബീറുകൾക്കൊരു ശൈലിയുണ്ട്. ആ രീതിയിലേ പോകാൻ പാടുള്ളൂ. അതൊക്കെ പാലിക്കുന്ന ഒരു ഇമാമിൻ അറിയാതായിപ്പോയി, അതിനെക്കുറിച്ചൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി, അതാണ് തീർന്നു. അതിൻ്റെ ഉത്തരം അവിടെ കഴിഞ്ഞു. അറിയാതെ അതെന്ത് ചെയ്തു? അത് പോയിട്ടുണ്ട്. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് ഇമാമിനെ ഓവർടേക്ക് ചെയ്യരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുയുടെ തല പോലും ഹിമാറിൻ്റെ തലയായി മാറ്റുമോ എന്ന് പേടിക്കണം എന്ന് പറയുന്ന ഹദീസ് മുത്തഫഖുൻ അലൈഹി. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. സ്വഹീഹ് 2 ഹദീസിൻ്റെ കിതാബുകളിൽ വന്നിട്ടുള്ള വളരെ സ്വഹീഹായ ഹദീസാണ്. അമാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാം. അതുകൊണ്ട് ഇമാമിൻ്റെ മുമ്പ് സലാം വിട്ടരുത്. ഇമാമിൻ്റെ മുമ്പ് സലാം ഒന്നാമത്തെ സലാമേ ഗണിക്കുള്ളൂ എന്നാട്ടോ. ഇമാം ഒന്നാമത്തെ സലാം വീട്ടിക്കഴിഞ്ഞാൽ മസ്ബൂഖായ ഒരാൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇമാമിൻ്റെ ഒന്നാമത്തെ തസ്ലീമത്താണ് ഫർളായ തസ്ലീമത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹറമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വലിയ തക്ബീറായിരിക്കും.
അപ്പോൾ സമയമെടുക്കും. ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ വേണമെങ്കിൽ എണീക്കാം. പക്ഷേ അതിൻ്റെ അദബ് രണ്ടാമത്തേതും കഴിഞ്ഞിട്ട് എണീക്കലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇമാമിൻ്റെ മുമ്പ് ഓവർടേക്ക് ചെയ്യരുത്. അൻ യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അമാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാമി അൻ യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ. ഈ ഹിമാർ എന്നുള്ള വാക്ക് വരുമ്പോഴേ ആലിമീങ്ങൾ അഅസ്സകുമുല്ലാ എന്ന് പറയും അറബിയിലെ. അത് അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരട്ടെ എന്ന് ഓഡിയൻസിനോടൊരു വാക്ക് അത് പറയും. ഒരു ഹിമാറിൻ്റെ കഥ പറയുകയാണെങ്കിൽ അഅസ്സകുമുല്ലാ, നിങ്ങൾ വിഷമമെന്ന് വിചാരിക്കും. അല്ല, നിങ്ങൾ ഒരു മനുഷ്യനെ ഹിമാർ എന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടി എന്ത് പറയും? അഅസ്സകുമുല്ലാ. ഒരു അദബ് അങ്ങനെയാണ്. അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരട്ടെ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത് എന്ന് വിചാരിക്കാൻ വേണ്ടി അഅസ്സകുമുല്ലാ. അള്ളാഹ് ഇസ്സത്ത്, അങ്ങനെ ഇസ്സത്തിനെതിരാണ് ഒരു മനുഷ്യനെ ഹിമാർ എന്നൊക്കെ പറയാം. ഒരാൾ വിളിക്കുന്നല്ല, എന്നാലും അങ്ങനെ പറയും. ഈ വലിയ വലിയ ഇമാമിയങ്ങളൊക്കെ ദർസ് നടത്തുമ്പോൾ അങ്ങനെ പറയാറുണ്ടെന്നാ അഅസ്സകുമുല്ലാ. ഓക്കെ, അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال من غدا إلى المسجد أو راح عد الله له في الجنة نزلا كلما غدا أو راح. പള്ളിയിലേക്ക് പോവുകയും പള്ളിയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിന് ഏറ്റവും പ്രോത്സാഹനം നൽകുന്ന ഒരു ഹദീസാണിത്. മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ മസ്ജിദിലേക്ക് പോവുകയോ ഔ റാഹ, മസ്ജിദിൽ നിന്ന് മടങ്ങി വരികയോ ചെയ്യുമ്പോൾ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുല, ആ ഓരോ പോക്കിനും സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് വിരുന്നൊരുക്കി കൊടുക്കുന്നുണ്ട്. കുല്ലമാ ഗദാ ഔ റാഹ, എത്ര തവണ പോകുന്നുണ്ടോ, എത്ര തവണ തിരിച്ചു വരുന്നുണ്ടോ, മസ്ജിദിലേക്ക് പോയി നടന്നു വരുന്നതിനെല്ലാം അള്ളാഹു ചാല വിരുന്നൊരുക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നമുക്കതിൻ്റെ ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ചാല മുഅ്മിനീങ്ങൾക്ക് കാലങ്ങളോളം അവർ മസ്ജിദിലേക്ക് പോയത് തോതനുസരിച്ച് അള്ളാഹുവിൻ്റെ വിരുന്നുണ്ടാവും. അള്ളാഹിൻ്റെ വിരുന്ന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല. പറഞ്ഞ മുഖ്യമന്ത്രിൻ്റെ വിരുന്നാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിൻ്റെ വിരുന്നാണ്, രാഷ്ട്രപതിൻ്റെ വിരുന്നാന്നൊക്കെ പറയില്ലേ, അതിനൊരു ഒരു പവറുണ്ടല്ലോ. കാറിൽ പോയാലത് കിട്ടും, പക്ഷെ നടന്നു പോകുന്നത് വലിയൊരു കൂലിയാണ്. ഇപ്പം നടന്നു പോകാൻ പറ്റാത്ത ദൂരമാണ്, വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ റോഡ് വന്നാൽ എന്താ ചെയ്യുക, അപ്പുറപ്പുറം പശുവിനെ കെട്ടാൻ പറ്റുമില്ല എന്നുള്ള, ഇപ്പം അതല്ല, ഇപ്പോൾ ജുമയ്ക്ക് പോകാൻ പറ്റുമെന്നുള്ള വേദനാണ് ഇപ്പോൾ അപ്പുറം അല്ലേ. കാരണം 5 കിലോമീറ്ററൊക്കെ പോയിട്ട് ഇവിടെ യൂട്ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടന്നാൽ മതിയായിരുന്നു ജുമഅത്ത് പള്ളിക്ക് എത്താൻ. ഇനി കുറേ ദൂരം പോയിട്ടായിരിക്കും രണ്ടത്താണിക്ക് എത്തണേ. ഇപ്പോൾ ചെങ്കോട്ടിയല്ല, എവിടേക്കാണ് പോകുന്നത്? കോഴിച്ചനക്ക് എന്ന പോലെ എവിടെയെങ്കിലും ദൂരം പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. അപ്പോൾ വണ്ടിക്ക് പോകാൻ കഴിയുള്ളൂ. നടക്കാവുന്ന ദൂരമാണോ പള്ളിക്ക് നടക്കണമെന്ന്, അത് പ്രത്യേക സുന്നത്താണ്. മക്കാനക്കും ബനി സലമ, ബനു സലമക്കാരെ നിങ്ങൾ വീട് മാറ്റണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ഖുതാക്കും, നിങ്ങളുടെ കാൽവെപ്പുകൾക്കനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. അതുകൊണ്ട് പള്ളിൻ്റെ മസ്ജിദ് നബിൻ്റെ അടുത്തേക്ക് വീട് മാറാൻ വേണ്ടി ആലോചിച്ചപ്പോഴേ നിങ്ങൾ വീട് അവിടെ തന്നെ നിന്നോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, വീട് ഇങ്ങോട്ട് മാറണ്ട, ഒരൽപ്പം നടക്കേണ്ട, ആ നടത്തത്തിനൊക്കെ ഉള്ള കൂലി തരുമെങ്കിൽ പിന്നെ എന്തിനാ കൂലി കളയുന്നത് എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ജുമഅക്ക് പ്രത്യേകം നടക്കൽ സുന്നത്ത്. വണ്ടി കുറച്ച് ഇപ്പുറത്ത് വെച്ചിട്ടാണെങ്കിലും നടക്കണമെന്ന്. ആൾക്ക് വണ്ടി പോകുന്നവർക്ക് വണ്ടി മെഹ്റാബിൽ നിർത്താനാ പൂതി. പള്ളിൻ്റെ നേരെ മുറ്റത്ത് കിട്ടിയാലൊന്നും മതിയാവില്ല, ദൂരാണല്ലോ തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദൂരെ നിർത്തിയിട്ട് നടന്നു പോവുക. ഓരോ കാൽവെപ്പിനും കാൽ ഉയർത്തുമ്പോൾ കൂലിയാണ്, താഴ്ത്തുമ്പോൾ കൂലിയാണ്. അല്ലാഹു തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നുണ്ട്. അപ്പോൾ അത്ര ഭയങ്കരമായ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് പള്ളിക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുലാ കുല്ലമാ ഗദാ ഔ റാഹ. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ من غدا إلى المسجد أو راح أعد الله له في الجنة نزلا كلما غدا أو راح. كلما غدا أو راح. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ്,
കപടവിശ്വാസത്തിൻ്റെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോഴെല്ലാം നുണ പറയുക. വ ഇദാ വഅദ അഖ്ലഫ, കരാറ് ചെയ്യുമ്പോഴെല്ലാം കരാറ് പൊളിച്ചു കളയുക. വ ഇദ തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചന ചെയ്യുക. ഇത് 3ഉം ഒരു മുസ്ലിം ചെയ്യൂല, അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്നവർ പുറത്തു പോകും എന്നൊന്നതിനർത്ഥമല്ലേ. മുനാഫിക്കീങ്ങൾ ശരിക്കും ഇസ്ലാമിൻ്റെ ദായിറക്ക് പുറത്താണ്. പക്ഷെ ഈ 3 സ്വഭാവങ്ങളും മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്, അത് ഒഴിവാക്കണം. വിശ്വാസത്തിൽ നമ്മുടെ അഖീദയിൽ തകരാറുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറയാൻ പറ്റുള്ളൂ. മുനാഫിക്കാണ് ഒരാൾ. ഇന്നിപ്പോൾ മുനാഫിക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയില്ല, ആരെപ്പറ്റി മുനാഫിക്ക് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഈ 3 സ്വഭാവങ്ങൾ ചെയ്യുമ്പോൾ ഇത് മുനാഫിക്കിൻ്റെ അടയാളമാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാം, കുഴപ്പമില്ല. പക്ഷെ നീ മുനാഫിക്കാണ് എന്ന് പറഞ്ഞുകൂടാ. ഇസ്ലാം എന്ന് പുറത്താണെന്ന് അതിനർത്ഥം. ഒരാളെ പറ്റി ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ശരിക്കും പുറത്താണെങ്കിൽ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞവൻ പുറത്താവുന്നതാണ്. അതുകൊണ്ട് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന പ്രയോഗങ്ങളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് പറയാൻ പാടില്ല. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലാണ് തീരെ ഇല്ലാത്തത്. തക്ഫീർ ചെയ്യാന്ന് പറയും. തക്ഫീർ ചെയ്യുക, ഇതിൻ്റെ ഒരു മസാല ചോദിച്ചാൽ അവർ കുറേ ആലോചിച്ചിട്ടേ പറയുള്ളൂ. എന്നാൽ ചില ആളുകളെ പറ്റി കൂളായിട്ടാണ് പറയും, അവരൊക്കെ ശിർക്ക് മുശ്രിക്കീങ്ങളല്ലേ, മക്കാ മുശ്രിക്കുകൾ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയും. അവരുടെ അഖീദ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവരുടെ ഖൽബിൽ കിടക്കുന്ന വിശ്വാസം എന്താണ്, ഇത് നോക്കാതെ ഒരു മനുഷ്യന് പറയാൻ പാടില്ലാത്ത കാര്യമാണത്. മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ. പിന്നെ ചില ഹദീസിൽ ആയത്തുൽ മുനാഫിഖി അർബഉൻ, 4 എണ്ണമാണെന്ന് പറഞ്ഞ് വേറെ ഹദീസുണ്ട്. ആ ഹദീസിൽ 4-മത്തേത് പറഞ്ഞത് വ ഇദാ ഖാസമ ഫജറ, തെറ്റിയാൽ പിണങ്ങിയാൽ തെറി പറയും. അത് മുനാഫിക്കിൻ്റെ ലക്ഷണം. അല്ലെങ്കിൽ നല്ല ഡീസൻ്റ്. ഇതാ ഖാസമ ഫജറ, ഒരു വഴക്കുണ്ടായോ കണ്ടേ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അപ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചില ഡീസൻ്റ് ആൾക്കാരുണ്ടാവും. ഒരു വഴക്ക് കൂടിയാൽ പിന്നെ ചെവി പൊത്തി ഓടേണ്ടി വരും. അത്തരം സ്വഭാവങ്ങളും മുനാഫിക്കിൻ്റെ അടയാളമാണ്. ഇതാ ഹദ്ദസ, എപ്പോഴും നുണ പറയാം. എപ്പോഴെങ്കിലും ഒരാൾ നുണ പറഞ്ഞു, അതല്ല, നുണ പറയൊരു ഹാബിറ്റാണ്. അങ്ങനെ ആയിപ്പോയി. ഇതാ ഹദ്ദസ കദബ, പറയുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നുണ പറയുക. വ ഇദാ വഅദ അഖ്ലഫ, കരാറ് ചെയ്താൽ അത് വീട്ടാതിരിക്കുക. വീട്ടാൻ കഴിവുണ്ടായിട്ട് വീട്ടാതിരിക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. വ ഇദ തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചു, അതിൽ വഞ്ചന ചെയ്തു. ഒരു ഷോപ്പ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, കേട്ടോ നീ നോക്കണം കേട്ടോ, നിനക്കിതാ നിൻ്റെ ഒരു വർക്ക്, നീ ജോലി ചെയ്യല്ലേ, അതുകൊണ്ട് നിനക്കൊരു വർക്കിംഗ് പാർട്ട്ണർഷിപ്പ് ഞാൻ തരാം, അല്ലെങ്കിൽ ഒരു 5% നിനക്കാണ്, നീ പൈസ ഒന്നും തരണ്ട എന്ന് പറഞ്ഞ് വിശ്വസിച്ചേൽപ്പിച്ചിട്ട് അതിന് പൈസ മോഷ്ടിക്കുക. അങ്ങനെ ചെയ്യുന്ന കാര്യം ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയില്ല. അത് മുനാഫിഖിൻ്റെ അടയാളമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, സ്ക്രീനിൽ കാണില്ല, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ആയത്തുൽ മുനാഫിഖി ثلاث ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാൻ. അല്ലാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിലേക്ക് അള്ളാഹു നമ്മൾ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീ വേഗം വായിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കൾ, നമ്മുടെ സ്ക്രീനിലുള്ള ഹദീസ് വ്യക്തമല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് സ്ട്രീം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം. നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനിൽ എന്തോ ഒരു തകരാറ് കിട്ടിയിട്ട് അത് കാണാത്തതാണ്. യൂട്യൂബ് ലൈവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ഹദീസ് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ പായസം നൽകിയ ആളുടെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ സഹസിലൊരു സഹോദരൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഹൈറാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. മാതാപിതാക്കളുടെയും വലിയമ്മയുടെയും വലിയപ്പയുടെയും അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യുക. ഉപ്പ ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണം ഷിഫാന് വേണ്ടിയിട്ട്. മക്കളുടെ എക്സാമിന് നല്ല വിജയം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. മക്കളുടെ നീറ്റ് എക്സാമിൽ നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. മകൻ നാട്ടിലേക്ക് പോവുകയാണ്, ദാറുൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പ്രത്യേകം സ്വാലിഹാവാൻ വേണ്ടിയിട്ടും വിജയത്തിന് ദുആ ചെയ്യണം. മകന് വിസയും ജോലിയും ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. അളിയൻ മരണപ്പെട്ട ആണ്ടാണ്, ഇന്നലെ ദുആ ചെയ്യണം. മരണപ്പെട്ട മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഭാര്യയുടെ ശരീരത്തിന് സുഖത്തിനും ദീർഘായുസിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. സദസ്സിലൊരു സഹോദരൻ മറ്റന്നാൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഹൈറിന് വേണ്ടി ദുആ ചെയ്യാൻ. നമ്മുടെ പ്രവർത്തകൻ ഷാഫി ജാഫർ തെൻല എന്നിവരുടെ ഉമ്മ കഴിഞ്ഞ റമദാൻ 27 രാവിലെ മരണപ്പെട്ടിരുന്നു. ഇന്ന് 14 പ്രത്യേകം ദുആ ചെയ്യണം. അബ്ദുൽ ലത്തീഫ് CP പറപ്പൂർ അബുദാബിയിൽ വെച്ച് മരണപ്പെട്ടു, മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ കാൽവേദനയും
ഉപ്പയുടെ ചുമയും മാറാൻ വേണ്ടി പ്രത്യേക ഒരു കുട്ടി വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാര്യയുടെ മജ്ജ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പൂർണ്ണ ശിഫായനും ആഫിയത്തിനും ആരോഗ്യത്തിനും ദുആ ചെയ്യാൻ. മകൾ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോവുകയാണ്. നല്ല പഠനത്തിനും സ്വാലിഹത്താവാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മയുടെ ഹാർട്ടിൻ്റെ വാൾവിന് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണ ശിഫായനും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യണം. ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാനായി പോകുന്ന ഒരുപാട് ഹാജിമാർ ഒരുങ്ങിയവരൊക്കെ ഉണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാകാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും സിയാറത്തും ചെയ്യാൻ വേണ്ടി തൗഫീഖിനായി ദുആ ചെയ്യണം. ജോലിയിൽ ചെറിയൊരു പ്രയാസം വരുന്നുണ്ടോ എന്ന് ഭയക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യണം. ജോലി കൊണ്ട് ക്ലാസ്സിനൊക്കെ വന്ന സഹോദരൻ ഇപ്പോൾ ജോലിക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. ഹൈറായ ജോലി ശരിയാൻ വേണ്ടി ദുആ ചെയ്യാൻ. കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു വിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. വിവാഹം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഹൈറായ ഇണയെ ലഭിക്കാൻ വേണ്ടി. മകൻ്റെ പ്രശ്നത്തിൽ ഉമ്മ സങ്കടത്തിലാണ്, ദുആ ചെയ്യണം. മകൻ കാരണത്താൽ പ്രശ്നത്തിൽ പെട്ടുപോയ പ്രശ്നം സലാമത്താവാൻ വേണ്ടി വേറെ ആൾ ദുആ ചെയ്യാൻ വേണ്ടി. ഉമ്മാക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് ദുആ ചെയ്യാൻ. മുതലാളി വയറുവേദനയെക്കുറിച്ച് ബുദ്ധിമുട്ടിലാണ്, പൂർണ്ണ ശിഫാന് വേണ്ടി ദുആ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ സദസ്സിലെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. അള്ളാഹുരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. കൂട്ടത്തിൽ 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മുഹമ്മദ് ഷസാൻ ശ്വാസകോശം ചുരുങ്ങി ശ്വാസതടസ്സം അനുഭവിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു കുട്ടിക്ക് അള്ളാഹു അത്ഭുതകരമായ ഷിഫ നൽകട്ടെ. അസ്അലുല്ലാഹുൽ അദീം റബ്ബൽ അർശിൽ അദീം യശ്ഫീഹു. അസ്അലുല്ലാഹുൽ അദീം റബ്ബൽ അർശിൽ അദീം യശ്ഫീഹു. അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയനാട് RV മമ്മിച്ച വഫാത്തായിരിക്കുന്നു കഴിഞ്ഞ റമദാനിൽ. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ. പിന്നെ നമ്മുടെ സമദക്കാൻ്റെ മകൻ്റെ വിവാഹം ശരിയാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പായസം ഏൽപ്പിച്ചവരുടെ ലിയാഖത്ത് എന്നവരുടെ മകൻ്റെ വിഷയത്തിൽ അവരുടെ നിയ്യത്തും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാൻ റഹീമായ മാലിക്കുൽ മുലൂക്കായ ഉടമസ്ഥനും യജമാനനുമായ അള്ളാഹുവെ, പടച്ച റബ്ബേ, അള്ളാഹു ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ പടച്ചവനെ. ഞങ്ങൾ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ കൽബുകൾക്ക് നീ തുമഅനീനത്ത് നൽകണേ പടച്ചവനെ. നിന്നെ കുറിച്ചുള്ള ദിക്ർ ഞങ്ങളുടെ ഹൃദയത്തിലും നാവിലും ചിന്തയിലും അമലുകളിലുമൊക്കെ നീ എപ്പോഴും നിലനിർത്തി തരണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, നിൻ്റെ പൊരുത്തത്തിലും നിൻ്റെ കാവലിലും നിൻ്റെ റഹ്മത്തിലുമായി ജീവിക്കാൻ ഞങ്ങളെല്ലാവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഞങ്ങളുമായി ബന്ധമുള്ളവർ, നമ്മുടെ അഡ്മിന്മാരുണ്ട്, നമ്മുടെ ആമിർക്കടക്കമുള്ള ആളുകൾ, അവരുടെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് ഒരുപാട് ആളുകളുടെ വസിയത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അങ്ങോട്ട് ദുആ ചെയ്യാൻ ഇവിടെ പറഞ്ഞവരും വായിച്ചവരും അല്ലാത്തവരും അള്ളാഹു നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. ശരീരം അവശമായി പോകുന്ന അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഇബാദത്തിന് തടസ്സമാകുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അള്ളാഹു ഞങ്ങൾക്ക് മഅരിഫത്തും നിന്നെക്കുറിച്ചുള്ള അറിവും ഇൽമും അദബും യഖീനും വർദ്ധിപ്പിക്കണമേ റഹ്മാനെ. മക്കൾക്ക് ഇൽമ് നൽകണേ പടച്ചവനെ, അദബ് നൽകണേ പടച്ചവനെ. നല്ലവരായി വളർത്തണേ തമ്പുരാനെ. അവർ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണുന്ന സൗഭാഗ്യം നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹുവെ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ മഈശത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, രോഗികളായ ഞങ്ങളോട് ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞ ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ ആമീൻ പറയുന്ന ആമീൻ്റെയും മജ്ലിസിൻ്റെയും ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫാഇനെ നീ വിധിക്കണമേ തമ്പുരാനെ. കഴിഞ്ഞ റമദാൻ ഞങ്ങൾ സ്വീകരിക്കണേ പടച്ചവനെ. അടുത്തൊരു റമദാനിലേക്കും ഞങ്ങൾ എത്തിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ ഉമ്മത്തിന് നീ എല്ലാ തരത്തിലുമുള്ള വിജയം നൽകണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീം, ഈ വർഷം ഹജ്ജിൽ നിയ്യത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെ കർമ്മങ്ങളൊക്കെ അവരുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും പ്രൊസീജിയറും ഒക്കെ എളുപ്പമാക്കി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തു വരാൻ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അള്ളാഹു മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ വിശാലമാക്കി സ്വർഗ്ഗപ്പുങ്കാവനമാക്കി സുഗന്ധപൂരിതമാക്കി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെച്ചു കൊടുത്തുകൊണ്ട് നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
അർഹമുർ-റാഹിമേ, ദീനിൻ്റെ മസ്ജിദുകളെയും മആഹിദുകളെയും മദ്രസകളെയും ദീനിൻ്റെ പ്രസ്ഥാനങ്ങളെയും ആലിമീങ്ങളെയും സദാത്യങ്ങളെയും പ്രത്യേകിച്ച് സമസ്തകളെ ജമീഅത്തുൽ ഉലമയെ അതുപോലെ അനുബന്ധ സംഘടനകളെ അള്ളാഹുവെ എല്ലാ തരത്തിലും നിൻ്റെ കാവലിലാക്കണമേ തമ്പുരാനെ, ഇസ്സത്തിലാക്കണേ പടച്ചവനെ. പാണക്കാട് സയ്യിദന്മാർ അടക്കമുള്ള ദീനിൻ്റെ ഉമറാക്കളും സദാത്യങ്ങളുമായ ആളുകൾ അവർക്കൊക്കെ നീ അള്ളാഹുവെ പരിപൂർണമായ ഇസ്സത്ത് നൽകണമേ തമ്പുരാനെ. ആമീൻ. അർഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളടക്കമുള്ള ശരീഅത്തിനെ ബാധിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ദീനിയായ ചിട്ടകളെ ബാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളെയും അള്ളാഹു നീ പരിഹരിക്കണമേ തമ്പുരാനെ, പരിഹരിക്കണേ തമ്പുരാനെ. സുഹൃത്ത് അവരുടെ അനിയന് തലയിൽ നീർക്കെട്ട് വന്ന് പ്രയാസത്തിലാണെന്ന് പറഞ്ഞു, ബാലൻസ് നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു. അള്ളാഹുവേ ആ സഹോദരന് പരിപൂർണമായ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പിന്നെ നമ്മളൊരു 4 ക്ലാസ്സും കൂടെയാണ് ചിലപ്പോൾ ഹജ്ജിൻ്റെ മുമ്പ് ഉണ്ടാവുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. 17, 24, പിന്നെ മെയ് 1, മെയ് 8, ഇനി 4 ആഴ്ചകളാണ് ബാക്കിയുള്ളത്. ഞാൻ മെയ് 15 ആകുമ്പോൾ ഞാനൊന്ന് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 മുതൽ ലീവിലായിരിക്കും. അത് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് എത്തിക്കഴിയുകയാണെങ്കിൽ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ 12, 19, 26 അങ്ങനെ ഒരു 3 ആഴ്ചകൾ കൂടെ ഈ വർഷം ആയുസ്സുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിലേക്ക് മാറുകയാണ്, നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളുടെ ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് വന്നാൽ മതി, പിന്നെ ഫ്ലൈറ്റ് എടുത്ത് വരേണ്ടി വരും. അപ്പോൾ അത് പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ആ നേരത്തെ ഷോക്കായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.